ശങ്കരപ്പിള്ള സാറിൻ്റെ ദിനം നമ്മൾ അതിൻ്റെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിൽ മലയാളത്തിൻ്റെ നാടക ചരിത്രത്തിന് ഒരു അക്കാദമിക് തലം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുത്ത പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ഇത്തരമൊരു ഓർമ്മ എല്ലാ വർഷവും തുടരുക എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ നാടകവേദി ചെയ്യേണ്ട ഒരു ദൗത്യമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഏറ്റവും നമുക്ക് കഴിയാവുന്ന എല്ലാവരും അദ്ദേഹത്തെ അറിയാവുന്നവരും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നവരും എല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുകയും ആ നാടകത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുകയും ആ നാടക മഹാത്മാവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ ഉള്ളടക്കം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഔദ്യോഗികമായ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് PS ഗിരീശൻ മാഷെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ ശങ്കരപ്പിള്ള സാറിൻ്റെ അനുസ്മരണം നടത്തുന്നത് ജയസൂരി മാഷാണ്. ജയസൂരി മാഷിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശങ്കരപ്പിള്ള സാറിൻ്റെ ഓർമ്മയിൽ നടക്കുന്ന സ്മാരക പ്രഭാഷണമാണ്. പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം സുഹൃത്തും വളരെ ഔദ്യോഗികമായി ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമിംഗ് സ്ഥാപനത്തിൻ്റെ കേരള യൂണിവേഴ്സിറ്റിയിലെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന ഡോക്ടർ രാജാവാര്യരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ മഞ്ജുവിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഔദ്യോഗികമായി എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അധ്യക്ഷനായി ഗിരീശൻ മാഷിനെ കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പ്രാർത്ഥന പ്രിയപ്പെട്ട നർമ്മദ ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. സചേതന ചേതനമി പ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്കേ സചേതന ചേതനമി പ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്കേ സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേ സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേ സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേ. ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് എല്ലാവരുടെയും പ്രിയ സുഹൃത്തു നാടക പ്രവർത്തകനും ഡോക്ടർ സാംകുട്ടി പട്ടംഗിരിയെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള സ്വാഗതം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും എൻ്റെ കർത്തവ്യം എന്നുള്ള നിലയിൽ പരിപാടിയുടെ സ്വാഗത പ്രസംഗം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകം ആരുടെയും പേര് പറയുന്നില്ല. ഒരുപക്ഷെ നാടകത്തെ പറ്റി ഏറ്റവും അറിവ് കുറഞ്ഞ ആൾ ഞാൻ തന്നെയായിരിക്കും. ജയസൂര്യ മാഷ് ശരിയാണ്. കുറേ കാലത്തെ പുറനാട്ടുകാര സ്കൂളിൽ വന്നിട്ട് ഒരുപക്ഷെ ഞാനൊക്കെ നാടകം എഴുതാൻ തുടങ്ങുമ്പോൾ നാടകം
എഴുതുന്നതിന് മുമ്പേ അതിൻ്റെ അറ്റങ്ങളിലേക്ക്, നാടകത്തിൻ്റെ സിദ്ധാന്തങ്ങളിലേക്ക്, അഭിനയത്തിലേക്ക് ജയസൂര്യ മാസ്റ്റർ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ വളരെ വേണ്ടപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അതുപോലെ തന്നെയാണ് രാജാ വാര്യർ. ഇപ്പോൾ മലയാളത്തിലെ നാടകത്തിൻ്റെ സൈദ്ധാന്തിക തലങ്ങളിലും ശങ്കരപിള്ള സാറും അല്ലെങ്കിൽ നാടക മേഖലയിലെ ഒരുപാട് നാടക പ്രതിഭാശാലികളുമായിട്ട് അറിവും പരിചയം ഒക്കെ ഉള്ള രാജാവാർ അവരാണ് ഇരിക്കുന്നത്. എനിക്ക് പിന്നെ പ്രിയപ്പെട്ട സ്വാഗതം പറഞ്ഞ സാംകുട്ടി, ഞാൻ അദ്ദേഹത്തെ സ്വാഗതം പറയാൻ വിളിച്ചത് സത്യത്തിൽ രാജാവാര്യരെയൊക്കെ പറ്റി കുറച്ച് പറയാൻ കൂടിയാണ്. കാരണം എന്നെക്കാളും ഏറ്റവും കൂടുതൽ അറിവുള്ളത് അവർക്കാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട ഗോപേട്ടൻ എനിക്കുണ്ട്, പീതാംബരം മാഷിക്കുണ്ട്, അതുപോലെ തന്നെ എല്ലാം വേണ്ടപ്പെട്ടവരാണ്. സാംകുട്ടിയുടെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഡോക്ടറായി. നാടകം മാത്രമല്ല സാംകുട്ടിയെ പറ്റി അറിയാം. അസാമാന്യമായ എന്താ പറയുക, ഒരു നാടക സെറ്റ് ഉണ്ടാക്കുന്നതിൽ വളരെ വേഗത്തിൽ എന്താ പറയുക, ഇപ്പോൾ നാടക ലോകത്തെ ശില്പി മയൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അതിശയോക്തിയല്ല, അതിമനോഹരമായ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ചിത്രകാരനായിരുന്നു. അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള 2-3 വാക്കുകൾ മാത്രമാണ്. നാം ശങ്കരപിള്ള സാറിനെ ഓർക്കുമ്പോൾ ഒപ്പം നമ്മൾ വയലാർ സാറിനെയും ഓർക്കും എന്നുള്ളതാണ്. നാടക പ്രതിഭാശാലികളിൽ ഗാന്ധിയൻ ധാരയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗാന്ധിയൻ സത്യസന്ധതയും അക്രമരാഹിത്യവും തങ്ങളുടെ കൃതികളിലും ജീവിതത്തിലും പെരുമാറ്റങ്ങളിലും ഇത്രയധികം പ്രയോഗിച്ചിട്ടുള്ള നാടകക്കാർ. ശങ്കരപിള്ള സാറിൻ്റെ സബർമതി ദൂരെയാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് ഒരു പ്രവചനാത്മകമായ നാടകമാണ്. അദ്ദേഹം ശാന്തിയെ കൊണ്ട് ചോദിക്കുന്നുണ്ട്, പാഠം വായിക്കുന്ന വൈ സോ ജൂബിലൻറ്റ്. ആ ചോദ്യം ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ട് വൈ സോ ജൂബിലൻറ്റ്? സബർമതി ദൂരെയാകുമ്പോൾ നവകാലി അടുത്താവുക മാത്രമല്ല, നവകാലിയുടെ അതിർത്തികൾ പടർന്ന് വികസിച്ച് എല്ലാം നവകാലിയുടെ അകത്തായി പോകുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ശങ്കരപിള്ള സാറിൻ്റെ ആ ചോദ്യവും വയലാർ വാസുദേവൻ സാറിൻ്റെ പക്ഷിക്കുഞ്ഞിൻ്റെ മരണവും അതൊക്കെ ഉയർത്തുന്ന ഒരു ഗാന്ധിയൻ കൺസെപ്റ്റ്. ഈ ഗാന്ധി എന്ന് പറയുന്നത് ലോകത്തിലെ നാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അപ്പോസ്തലനായിട്ടല്ല കാണേണ്ടത്. വികസിച്ച് അല്ലെങ്കിൽ തനിക്ക് എത്രമാത്രം ഒരു മനുഷ്യത്വം ഉള്ള മനുഷ്യനാകാൻ ഒരു മനുഷ്യന് തൻ്റെ ആയുസ്സിൽ കഴിയുമെന്ന് പരീക്ഷണം നടത്തിയിട്ടുള്ള ആ മനുഷ്യൻ്റെ പച്ചയായ മനുഷ്യൻ്റെ ആശയധാരയിൽ നിന്ന് ദർശനത്തിൽ നിന്നുകൊണ്ടാണ് 2 ആളുകൾ, അതും വയലാർ സാറിൻ്റെ ഈ വീടിൻ്റെ പേര് തന്നെ സബർമതി ഒരു നദിയല്ല, അതൊരു സംസ്കാരമാണ് ലോകം സ്വീകരിക്കേണ്ട എന്ന് ഉറച്ചു വിശ്വസിച്ചിട്ടില്ല. അതിനുവേണ്ടിയും കൂടെ നാടകത്തിൻ്റെ സമൂല പരിവർത്തനം നടത്തിയിട്ടുള്ള, കാരണം മനുഷ്യന് സവിശേഷമായി പ്രകൃതി തന്നിട്ടുള്ള ഭാവനയാണ് ഏറ്റവും പവർഫുൾ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദെൻ നോളജ് എന്ന് പറഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇവിടെ മനുഷ്യന് കിട്ടിയ സവിശേഷമായ സർഗാത്മകമായ അതീവ ഊർജമുള്ള ആ ഭാവനയെ നാടകത്തിന് വേണ്ടി ഒരുപക്ഷെ ഏറ്റവും അധികം, നാടകം മാത്രമല്ല ഒരു വെർസറ്റൈൽ ജീനിയസ് ആയിരുന്നു ശങ്കരപിള്ള സാറ്. ബഹുമുഖ പ്രതിഭ, ഏതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ തിളക്കമെന്ന് കണ്ടുപിടിക്കും. ഇനിയും ആഴത്തിൽ അദ്ദേഹത്തെ പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും കൂടുതൽ നാടകത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാവന മുഴുവൻ. ഈ മലയാളത്തിൻ്റെ നാടകത്തെ എങ്ങനെയാണ് ലോക നാടകവേദിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഈ മലയാള നാടകത്തെ എങ്ങനെയാണ് കൂടുതൽ ഊർജ്ജസ്വലമാക്കുക, അല്ലെങ്കിൽ പരിഷ്കരിക്കുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോ ശ്വാസം എടുക്കുകയും ഉച്ഛസിക്കുകയും തൻ്റെ ഭാവനയും തൻ്റെ ജീവിതവും ഒക്കെ തന്നെ നാടകത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത ആ മഹാപ്രതിഭയുടെ മുന്നിൽ പ്രണമിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നതുകൊണ്ട്. കാരണം
ശങ്കരപ്പിള്ള സാറിനെ പറ്റിയൊക്കെ ആഴത്തിൽ പറയാൻ ഞാൻ ആളല്ല എന്നുള്ളതാണ് സത്യം. അതിനുള്ള ശേഷിയോ ക്ഷേമുഷിയോ എനിക്കില്ല. നാടകം ദൂരെ നിന്ന് കാണുകയും നാടക പ്രവർത്തകരെ സ്നേഹിക്കുകയും നാടക ആചാര്യന്മാരെ ബഹുമാനിക്കുകയും അങ്ങനെ ഈ നാടിൻ്റെ അകമായ ഈ നാടകത്തെ കുറച്ചൊക്കെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു എളിയ പഠിതാവ് അല്ലെങ്കിൽ പഠിക്കുന്ന ആൾ എന്ന നിലയിലാണ് ഞാനിവിടെ കേൾക്കാൻ വന്നാണ്. സത്യത്തിൽ വത്സല ചേച്ചിയോട് ഞാൻ പറയാറുണ്ട്, എന്നെ ഒരിക്കലും അധ്യക്ഷനാകരുത്, ഞാൻ കേൾക്കാം, ആ മൂലയ്ക്കിരുന്ന് കേട്ടെന്തെങ്കിലും പഠിക്കാം. കാരണം ഈ എല്ലാവരും ഈ നാടകക്കാരൊക്കെ തന്നെ ഒരിക്കലും ഒരു ഗാന്ധിയൻ ഐഡിയോളജിയിൽ വരികയില്ല. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള ലോകത്തിലെ എല്ലാ നാടകക്കാരും ഇടതുപക്ഷത്തിൻ്റെ അതിതീവ്രമായ മാർക്സിയൻ സൗന്ദര്യശാസ്ത്രവും അതിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ്. പുതിയ പുതിയ നാടക സങ്കല്പങ്ങളും ഒക്കെ അവിടെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഗാന്ധിയൻ ധാരയിൽ നിന്നുകൊണ്ട് ലോക നാടകവേദിക്ക് സംഭാവന ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കാൻ പറ്റും എന്ന് തെളിയിച്ചിട്ട രണ്ട് മഹാപ്രതിഭാശാലികൾ, ഒന്ന് ശങ്കരപ്പിള്ള സാർ, വയലാർ സാർ. അതാണ് സബർമതി ദൂരെയായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ശങ്കരപ്പിള്ള സാറിനെ ഓർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്താൻ വളരെ സ്നേഹത്തോടെ രാജാവാര്യരെ എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ജി ശങ്കരപ്പിള്ള അനുസ്മരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഡോക്ടർ വയലാർ വാസുദേവൻ പിള്ള ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇതുപോലൊരു പ്രഭാഷണത്തിന് എനിക്ക് അവസരം ഉണ്ടായതിൽ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ട്രസ്റ്റിൻ്റെ ഔപചാരികമായിട്ടുള്ളൊരു പരിപാടിയിൽ സാറ് വിട്ടുപോയിട്ട് 10 വർഷമായി, 8 വർഷമായി ട്രസ്റ്റ് ഔപചാരികമായിട്ടുള്ള ഒരു കാര്യപരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ്. അക്കാഡമിയിൽ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇവിടെ ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ്. ഏറെ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചു രണ്ടാമതായിരിക്കും ഞാൻ സംസാരിക്കേണ്ടത്. കാര്യം 1987 തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ, കർണാടകയിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാനൊരു വിദ്യാർത്ഥിയായി ചേരുകയും തുടർന്ന് 4 വർഷം അവിടെ എൻ്റെ പഠനകാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ, കാര്യം ആക്ടിങ് സ്പെഷ്യലൈസ് ചെയ്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ തന്ന് എൻ്റെ അതുമായി ബന്ധപ്പെട്ട എൻ്റെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ച എൻ്റെ ഗുരുനാഥനാണ് ജയസൂര്യ സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാഗ്രഹിച്ചത് ആദ്യം ജയസൂര്യ സാർ സംസാരിക്കണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ ഈ കാര്യപരിപാടി ഇത്തരത്തിൽ വിഭാവനം ചെയ്തതുകൊണ്ട് സ്മാരക പ്രഭാഷണം ആദ്യം ഞാൻ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അനുസ്മരണ പ്രഭാഷണവും സ്മാരക പ്രഭാഷണവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. അറിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ പറയും. ഞാൻ പറഞ്ഞ വിഷയപരമായിട്ട് ശങ്കരപ്പിള്ള സാറിൻ്റെ നാടക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പുതിയതായിട്ട് എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. കാര്യം എന്നെക്കാൾ കൂടുതൽ എനിക്ക് മുമ്പേ ഈ നാടക മേഖലയുമായും ശങ്കരപ്പിള്ള സാറുമായിട്ടൊക്കെ അഭേദ്യമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ജനുവരി 1 ശങ്കരപ്പിള്ള സാറിനെ അനുസ്മരിക്കുമ്പോൾ അത്തരം ചില സാറുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ പങ്കുവയ്ക്കൽ മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. മലയാള നാടക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ജി ശങ്കരപ്പിള്ളയുടെ പേര് എഴുന്നു നിൽക്കുന്നത്. നാടകമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതൊരു കലാരൂപമാണ്. ആത്യന്തികമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത ദൃശ്യശ്രവ്യ കലാരൂപമാണ് നാടകം. പക്ഷേ നാടകത്തിനെ പറ്റി വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ എന്താണ് നാടകം എന്നുള്ളത്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ പലപ്പോഴും ഒരു ഒറ്റ സെൻറ്റൻസിലോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിനെ വിശദീകരിക്കുക സാധ്യമല്ല. കാരണം പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ ഈ അണ്ടകടാഹത്തിൻ്റെ ഏതോ ഒരു അടറിനെ നീതമായ ഒരു അരങ്ങിൽ നടീനടന്മാരാൽ രൂപാരോപിതമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള, അതേസമയം സൗന്ദര്യാത്മകമായിട്ടുള്ള വ്യാഖ്യാനമാണ്, വിശദീകരണമാണ് അരങ്ങിൽ നടക്കുന്നത്. അത് ജീവിതത്തിൻ്റെ ഒരിക്കലും ജീവിതമല്ല. ജീവിതമായാൽ
റിയാലിറ്റി എന്നൊരെണ്ണം ഇല്ല, നമുക്കറിയാം, റിയൽ എന്നല്ല, എങ്കിലും നമ്മൾ സങ്കല്പിക്കുന്ന റിയാലിറ്റി, യാഥാർത്ഥ്യം, മിറർ ഇമേജ്, അതിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ച ആളുമാണ് ശങ്കരപിള്ള സാറ്. ശങ്കരപിള്ള സാർ എൻ്റെ അധ്യാപകനായിരുന്നില്ല. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ ചേരുമ്പോൾ ശങ്കരപിള്ള സാർ അവിടുന്ന് എൻ്റെ അധ്യാപകൻ വേലാവാസും പിള്ള സാറായിരുന്നു. ശങ്കരപിള്ള സാറിൻ്റെ ഒരു ക്ലാസ്സിൽ പോലും ഇരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ശങ്കരപിള്ള സാറിൻ്റെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വായിച്ചതിൽ ഒരാൾ ഞാനായിരിക്കും എന്നുള്ള ഒരു അഹങ്കാരവും അഭിമാനവും ഒക്കെ എനിക്കുണ്ട്. എൻ്റെ അപ്പൂപ്പൻ്റെ ശിഷ്യനായിരുന്നു ശങ്കരപിള്ള സാർ ആറ്റിങ്ങൽ സ്കൂളിൽ. എൻ്റെ അമ്മയുടെ അച്ഛൻ ആറ്റിങ്ങൽ സ്കൂളിൽ മാസ്റ്ററായിരുന്നു. അവിടെ ശങ്കരപിള്ള സാറ് അപ്പൂപ്പൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ എനിക്ക് സാറിൻ്റെ വിദ്യാർത്ഥിയാകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. മലയാള നാടക പ്രസ്ഥാനം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, നാടകം ഇതര കലാരൂപങ്ങളിൽ നിന്നും നാടകം വ്യത്യസ്തമാകുന്നത് ഇത് ഈ പ്രത്യക്ഷ തലത്തിൽ നമുക്ക് കലാരൂപങ്ങൾ നേരം പോക്കിന് വേണ്ടിയാണ്, ആസ്വദിക്കാനുള്ളതാണ്, സമയം കളയാനുള്ളതാണ്, രസിക്കാൻ മാത്രമുള്ളതാണ് എന്നൊക്കെ നമുക്ക് പൊതുവെ കലകളെ പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയാണത്. പക്ഷേ അതിൽ നിന്നും മദർ ആർട്ടായിട്ടുള്ള സമസ്ത കലകളുടെയും സമ്യക് സന്നിവേശത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഭാവദ്യോതകമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഈ പ്രതിഫലനത്തിനെ അരങ്ങിൽ ആവാഹിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് സംവേദനം ചെയ്യുന്ന ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത ജീവിതത്തിനെ, മനുഷ്യ ജീവിതത്തിനെ സംശുദ്ധമാക്കാനും സ്ഫുടീകരിക്കാനും പവിത്രീകരിക്കാനുമുള്ള അനന്ത സാധ്യതകളുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾ, അത്തരത്തിലുള്ള വിശേഷ പ്രത്യേകതകൾ ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് നാടകത്തിനെ മറ്റ് കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ സാമൂഹ്യ ജീവിയായിട്ടുള്ള സമൂഹത്തിൽ കോടാനുകോടി ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ ഒരു സോഷ്യൽ അനിമൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മനുഷ്യനെ തൻ്റെ സഹജീവികളോടുള്ള പരിഗണനയോടുകൂടി അത്തരത്തിൽ ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് ഈ മൃഗങ്ങളിൽ മനുഷ്യന് മാത്രമാണുള്ളത്. അതുപോലെ ഈ ചിന്തയ്ക്ക് ആധാരമാകുന്ന മനസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശുദ്ധീകരണത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയെ സ്നേഹിക്കാൻ, പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ, പക്ഷി മൃഗാദികളെയും വൃക്ഷ ലതാദികളെയുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിനപ്പുറം സഹജീവികളെ, സഹജീവിവർത്തിത്വം എന്ന് പറയുന്ന, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഒക്കെയും സഹായകമാകുന്ന രീതിയിലുള്ളതാണ് ഏത് മോഡിൽപ്പെടുന്നതായാലും ഏത് ശൈലിയിൽപ്പെടുന്നതായാലും ആത്യന്തികമായിട്ട് നാടകം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് അതിൽ പങ്കെടുക്കുന്നവരായാലും അതിന് സാക്ഷ്യം വഹിക്കുന്നവരായാലും തമ്മിൽ വ്യത്യാസമില്ല. ആചാര്യൻ പറഞ്ഞത് സഹൃദയം എന്നാണ് പ്രേക്ഷകനെ. സഹൃദയം എന്ന് പറഞ്ഞാൽ സമാന ഹൃദയം എന്നാണ്. ഉയർന്ന രംഗവേദികൾ കഥാപാത്രങ്ങളായിട്ട് പരാവർത്തനം സംഭവിച്ചിട്ട് ഈ വേഷങ്ങൾ ആടുന്ന നടീനടന്മാർ ഉന്നത സ്ഥാനീയരും അങ്ങ് താഴ്ന്ന തലത്തിലിരിക്കുന്ന നമ്മുടെ ഒരു പ്രൊസീനിയം സ്റ്റേജിൻ്റെയും അല്ലെങ്കിൽ അതേ ഘടനയിൽ തന്നെ പെടുന്ന കൂത്തമ്പലത്തിൻ്റെയൊക്കെ സ്ട്രക്ചർ നമുക്കറിയാമല്ലോ. അഭിമുഖമായി ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർ താഴ്ന്നവരും അരങ്ങിലെ ഇവർ ഉന്നത സ്ഥാനീയരും എന്നുള്ള സങ്കല്പമില്ല ആചാര്യനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് സമാന ഹൃദയൻ, സഹൃദയൻ എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ ക്രിയാത്മകമായിട്ടുള്ള, സൗന്ദര്യാത്മകമായിട്ടുള്ള കർമ്മ പദ്ധതിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ സർഗരചന ഇവിടെ അരങ്ങിൽ നിർവഹിക്കുമ്പോൾ തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്ന അനുവാചകരുടെ മനസ്സിലും അതും ചിന്തോദ്ദീപകമാകുകയും ക്രിയാത്മകമാകുകയും അത്തരത്തിൽ ഇവിടെ നടക്കുന്ന സർഗപ്രക്രിയയ്ക്ക് അനുഗുണമായി നിന്നുകൊണ്ട് മറ്റു രീതിയിലുള്ള സർഗപ്രവർത്തനം തന്നെയാണ് പ്രേക്ഷകരിലും, ഉത്തമമായ കലാരൂപങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷകരിലും സംഭവിക്കുന്നത്. അത് കേവലം പ്രകൃതിക്ക് നേരെ പിടിക്കുന്ന കണ്ണാടിയിലെ പ്രതിബിംബത്തിൻ്റെ രൂപത്തിലുള്ള കലാപ്രകടനങ്ങളിൽ അത്തരത്തിലുള്ള സാധ്യതകൾ കുറവാണ്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രതീകാത്മകതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ശങ്കരപിള്ള സാറ് എഴുതിയിട്ടുണ്ട്, ഒരു വട്ടം വരച്ച് വെച്ചിട്ട്, വെളുത്ത വട്ടം കാർഡ്ബോർഡിൽ വെട്ടിവെച്ചിട്ട് അതിലൊരു സ്പോട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പരക്കുന്ന പ്രകാശം ചന്ദ്രപ്രകാശമാണെന്ന് മുമ്പിലിരിക്കുന്ന വിഡ്ഢികൾ വിശ്വസിച്ചുകൊള്ളും എന്ന് മൂഢമായി ചിന്തിക്കുന്നത് യാഥാർത്ഥ്യത്തോടടുത്ത് നിന്നുകൊണ്ടുള്ള അവതരണങ്ങൾ മാത്രം ചെയ്യുന്നവരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ജീവിതമല്ല, ജീവിതത്തേക്കാൾ ഭാവസാന്ദ്രമാണ് കല. എല്ലാ കലകളും അങ്ങനെയാണ്. പ്രത്യേകിച്ചും നാടകം ജീവിതമല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തേക്കാൾ ഭാവസാന്ദ്രം, ഡെൻസിറ്റി. ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ സ്കൂൾ തലത്തിൽ മാത്രം ഫിസിക്സ് പഠിച്ച ആളാണ്. എങ്കിലും എനിക്കറിയാം ഡെൻസിറ്റി എന്താണെന്ന്, സാന്ദ്രത. ഈ സാന്ദ്രതയ്ക്ക് വ്യത്യാസമുണ്ട്.
അപ്പോൾ ഈ ഡെൻസിറ്റിയുടെ വ്യത്യാസമുണ്ട്, അതാണ് ഈ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇമേജുകളിൽ കൂടി നമ്മുടെ ഭാരതീയ നാടക വേദിയുടെ യുനെസ്കോ അംഗീകരിച്ച നമ്മുടെ കൂടിയാട്ടം ഉൾപ്പെടെയുള്ള നമ്മുടെ നാടോടി നാടകങ്ങളായിട്ടുള്ള കാക്കാരിശ് പൊറാട്ട് ഉൾപ്പെടെ അനുഷ്ഠാന കലാരൂപ നാട്യ വഴക്കങ്ങളായിട്ടുള്ള തെയ്യം പടയണി മുടിയേറ്റ് ഉൾപ്പെടെയുള്ള ഏതൊരു കലാരൂപം എടുത്തു കഴിഞ്ഞാലും ഭാരതീയ നാട്യ വഴക്കങ്ങളുടെ കാതലായവെന്ന് പറയുന്നത് ഗീതാ നൃത്യ വാദ്യങ്ങളുടെ സമ്യക് സന്നിവേശത്തിലൂടെ ഉണ്ടാകുന്ന ആചാര്യൻ തൗര്യത്രികം എന്ന് പ്രയോഗിച്ച പ്രത്യേകതയാണ്. ഒരു കാരണവശാലും അത് ജീവിതം അല്ല എന്ന് അനുനിമിഷം നമ്മെ ചിന്തിപ്പിക്കും. അതിനു മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷകരായ നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസിക്കൽ കലകൾ എടുത്തു നോക്കിയാൽ, കഥകളി, കൂടിയാട്ടം ഒക്കെ എടുത്തു നോക്കിയാൽ മനോഹരമാണ് പച്ചവേഷം, സുന്ദരമാണ് പച്ചവേഷം. ഗോപിയാച്ചൻ കെട്ടുമ്പോൾ അതിന് സൗന്ദര്യം കൂടുന്നു. പക്ഷേ നിത്യജീവിതത്തിൽ പച്ചവേഷം കെട്ടി ഒരു മാരേജ് ഫംഗ്ഷനോ ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞൊക്കെ നമ്മൾ അത്തരം ഫംഗ്ഷനല്ലേ പോകുന്നത്? അത് ചെയ്യില്ല. കാരണം അനുനിമിഷം കോട്ടയത്തെ തമ്പുരാൻ സ്വപ്നദർശിയായപ്പോൾ മനസ്സിൽ തെളിഞ്ഞതാണ് പച്ച, കത്തി, കരി, താടി, മിനുക്കെന്നൊക്കെ ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുണ്ട്. ഏതിനും അത്തരത്തിലുള്ള ഒരു കഥയുമായി ബന്ധിപ്പിച്ച് വലിയ കാര്യങ്ങളെ പറയാനുള്ള പ്രവണത പൊതുവെ നമ്മുടെ ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമാണത്. അങ്ങനെയാണ് ഏതിനെയും കഥ. അപ്പോൾ അതുപോലുള്ളൊരു കഥയായിട്ട് മാത്രം കോട്ടയത്ത് തമ്പുരാന്റെ സ്വപ്നത്തെ കണ്ടാൽ മതി. എത്രയോ കാലം നമ്മുടെ നാട്ടുവഴക്കങ്ങളിൽ ഇത്തരത്തിലുള്ള ഏതൊരു ഭൂപ്രദേശത്തെയും മനുഷ്യരുടെ കൂട്ടായ്മയിൽ നിന്നും നൈസർഗികമായി ഉണ്ടായി വരുന്ന ഏതൊരു കലയും അവിടുത്തെ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക ഈ സംസ്കൃതിയുടെ വൈഭിന്യം, ഈ വ്യത്യസ്തതകൾ, അതാണ് ഈ നാനാത്വത്തിലെ ഏകത്വം എന്നൊക്കെ ഭാരതത്തെ പറയുന്നത് പോലെ കേരളം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഓരോ പ്രാദേശിക ഇടങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഒരേ ടെക്സ്റ്റിന്, നമ്മളിപ്പം വിദേശത്ത് ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു ടെക്സ്റ്റിന് വ്യത്യസ്തമായിട്ടുള്ള അരങ്ങ് പാഠഭേദങ്ങൾ ഉണ്ടാകുന്നു അല്ലെ? മാക്ബത്തിന് തന്നെ എത്രയോ രീതിയിലുള്ള ഷേക്സ്പിയറുടെ മാക്ബത്തിന് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള അവതരണ വഴിയിടങ്ങൾ. നമ്മുടെ ഇവിടുത്തെ എൻകൗണ്ടർ ബിറ്റ്വീൻ കാളി ആൻഡ് ദാരിക എന്ന് പറയുന്ന നമ്മുടെ പടയണിയിലേക്ക് കാതലായിട്ടുള്ള അംശം, അതിന് ഈ കൊച്ചു കേരളത്തിൽ എത്ര രീതിയിലുള്ള അരങ്ങ് വഴക്കങ്ങളാണുള്ളത്. ബേസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്നാണ്, ജിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നാണ്, എൻകൗണ്ടർ ബിറ്റ്വീൻ കാളി ആൻഡ് ദാരിക. പക്ഷേ അരങ്ങിൽ ഞാൻ വസിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കിഴക്കോട്ട് നിന്നിട്ട് എൻ്റെ കൈ ഇങ്ങോട്ട് നീട്ടുമ്പോൾ തൊട്ടപ്പുറത്ത് വെള്ളായണി എന്ന് പറയും. വെള്ളായണിയിലെ പറനേറ്റ് ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ അരങ്ങ് ഉണ്ടാക്കിയിട്ട് ദാരികനെ ഓടിച്ച് കാളി അതിൻ്റെ മുകളിൽ കയറ്റുകയും തിരിച്ചു പിടിച്ചിറക്കി വെട്ടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ജിസ്റ്റ് ഒന്നാണ്. എൻ്റെ ഈ കൈ ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ശാർക്കര കാളിയൂട്ട്, അവിടെയും പ്രമേയം ഒന്ന് തന്നെയാണ്. പക്ഷേ എത്ര വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ, എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിനും ന്യൂയോർക്കിൽ 3 വർഷം മുമ്പ് പിറന്നു വീണ കുഞ്ഞിനും പ്രോക്ടർ ആൻഡ് ഗാംബിളിൻ്റെ പേസ്റ്റിന് ഒരേ അഭിരുചി തോന്നുന്ന, അത് മതി പല്ല് തേക്കാൻ എന്ന് തോന്നുന്ന തലത്തിലേക്ക് എനിക്ക് പുതിയ ബിസ്ക്കറ്റുകളുടെ പേരറിയില്ല, ഒരേ ബിസ്ക്കറ്റുകൾ ലോകത്തുള്ള എല്ലാ കുട്ടികളും. അപ്പോൾ അഭിരുചികളും അഭീഷ്ടങ്ങളും ശീലങ്ങളും ചര്യകളും എല്ലാം ഒന്നായി തീരാൻ വേണ്ടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ വാശി പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കച്ചവട സംസ്കാരത്തിലേക്ക് അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിന്ന് നാം ഇപ്പോൾ സംസാരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ ഈ നാട്യകലയുമായി ബന്ധപ്പെട്ട് അത് ഒരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഇത്തരം കലയെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ വളരെ നൈസർഗികമായിട്ട് മനുഷ്യ കൂട്ടായ്മകളിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇന്ന് ഈ നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിനും ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിനുമൊക്കെ അതിൻ്റേതായ ചില വ്യാകരണങ്ങളിൽ അധിഷ്ഠിതമായിട്ട് കൊണ്ട് പടച്ചുവിടുന്ന നാടകങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യ കൂട്ടായ്മകളിൽ നിന്നും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ധന്യമായ കലാരൂപങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എങ്കിലും ഒരിക്കലും അത് പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. ഞാൻ ആമുഖമായി ഇത്രയും സൂചിപ്പിച്ചത് ശങ്കരപിള്ള സാറിൻ്റെ ചിന്തകൾ ഇത്തരത്തിലെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തോറ്റംപാട്ടെന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്
സർവകലാശാലകളുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധമാണ് വന്നത്. അതുപോലെ തന്നെ സാറിൻ്റെ ഇത് ഞാൻ കൂടുതൽ ഈ നാടകത്തിൻ്റെ ഇന്ത്യൻ തിയേറ്ററും കേരള തിയേറ്ററിനെയൊക്കെ പറ്റി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം സമയം വളരെ പരിമിതമാണ്. അടുത്തൊരു 10 മിനിറ്റ് കൂടി ഞാൻ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ശങ്കരപ്പിള്ള സാറ് എവിടെയാണ്, എന്തുകൊണ്ട് ശങ്കരപ്പിള്ള എന്നുള്ളതാണ്. ശങ്കരപ്പിള്ള സാറിനെ മുദ്രിതമാക്കുന്നത് എവിടെയാണ്, അതിന് പകരം മറ്റൊരാൾ അതിനു മുമ്പില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഈ ഭാരതത്തിലെ പ്രാദേശിക ഇടങ്ങളിൽ പാർസി നാടകങ്ങളുടെ അനുരണനങ്ങളായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള നാടകങ്ങൾ. ഇന്നും നാടകം എന്ന് പറയുമ്പോൾ മുമ്പിലൊരു ചുവന്ന കർട്ടനും അതിൻ്റെ മുമ്പിലടിക്കുന്ന ഫുട് ലൈറ്റും ഏതോ ഒരു നിമിഷത്തിൽ എത്രാമത്തെയോ ബില്ലിന് ശേഷം അന്ധകാരത്തിലേക്ക് നമ്മെ ആഴ്ത്തിക്കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഫോർത്ത് വാൾ മാറുകയും നമുക്ക് പരിചിതമായിട്ടുള്ള ഗാർഹിക അന്തരീക്ഷത്തിൽ കഥാപാത്രങ്ങൾ വീണ്ടും പ്രകാശിതമാകുമ്പോൾ, അരങ്ങ് പ്രകാശിതമാകുമ്പോൾ വരികയും അവരുടെ കലമ്പലുകളിൽ കൂടിയുള്ള കോൺഫ്ലിക്റ്റ്, അതാണ് വർണ്ണാക്ഷ പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് കോൺഫ്ലിക്റ്റ് ദെയർ ഈസ് നോ പ്ലേ എന്ന്. അതുകൊണ്ട് നമ്മുടെ കച്ചവട വാണിജ്യ നാടകക്കാർ അരങ്ങുകളിൽ ഈ വഴക്ക് കലമ്പൽ എന്ന് പറയില്ലേ, വഴക്കുകൂടലുകളാണ്, സംഭാഷണത്തിലൂടെയുള്ള വഴക്കുകൂടലാണ് കോൺഫ്ലിക്റ്റ് എന്ന് ധരിച്ചുകൊണ്ട് അങ്ങനെയുള്ള നാടകങ്ങൾ ഇന്നും അരങ്ങേറുന്നു. ഇതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പക്ഷേ പരീക്ഷണാത്മകമായിട്ടുള്ള ഇതിൽ നിന്നും എൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലിട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള പാഴ്സി നാടകത്തിൻ്റെ ഒരു അതിൻ്റെ കാറ്റിൽ, അല്ലെങ്കിൽ അതോടൊപ്പം അതിൻ്റെ ശീലങ്ങളിൽ അധിഷ്ഠിതമായിട്ടുകൊണ്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടായി. 1880കളിൽ ശാകുന്തളം പരിഭാഷയിലാണ് മലയാള നാടക ചരിത്രത്തിൻ്റെ തുടക്കമെന്ന് സംസ്കൃത സാഹിത്യ പ്രണയിതാക്കൾ ഈ ശാകുന്തളം പരിഭാഷകളിലാണ് നാടകത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ പ്രയാസപ്പെടുമ്പോൾ ആംഗലേയ ഭാഷാ പ്രണയിതാക്കൾ അതല്ലെന്നും അതിന് 10-14 വർഷം മുമ്പുണ്ടായ അറിയാമല്ലോ പിന്നെ കോമഡി ഓഫ് എറേഴ്സിന് ഉണ്ടായ പരിഭാഷ കലൂർ ഉമ്മൻ പീലിപ്പോസിൻ്റെ അതിലാണെന്ന് പറയുന്നത്. രണ്ടും പരിഭാഷാ നാടകങ്ങളായി പരിഗണിച്ചുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി നിർത്തുമ്പോഴാണ് 93-ലെ മറിയാമ്മ നാടകമൊക്കെ വരുന്നത്. പക്ഷേ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ 1855-56 കാലത്ത് വിദേശത്തെ എക്ലോഗ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞു നാടകങ്ങൾ അദ്ദേഹം എഴുതിയത് കണ്ടെടുക്കുകയും ഈയിടെ പ്രസിദ്ധീകൃതമാകുകയും ചെയ്തു. അവയെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഭാരതത്തിലെ ആദ്യത്തെ പ്രാദേശിക നാടകം ഏതാണെന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. രണ്ടാമത്തത് നീലദർപ്പണാണെന്ന് എനിക്ക് അറിയാം. പക്ഷേ നീലദർപ്പണിനും മുമ്പാണ്, ആദ്യത്തെ നാടകത്തിനും മുമ്പാണ് ഈ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഈയിടെ നാടകങ്ങൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ആദ്യമുണ്ടായത് മലയാളത്തിലാണ് നാടകങ്ങൾ, കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഇടയ നാടകങ്ങൾ. അത് പറയുന്നതിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ സംഭാഷണ പ്രധാനമായിട്ടുള്ള ഏത് മോഡലിൽ പെടുന്ന നാടകവും ആയിക്കോട്ടെ, അപ്പോൾ ഇത്തരത്തിൽ ഈ വെസ്റ്റനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂറോ സെൻറ്റേർഡായിട്ട് നമ്മുടെ അരങ്ങ് പ്രൊസീനിയം ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടുള്ള വാചികപ്രധാനമായിട്ടുള്ള നിത്യജീവിതത്തിലെ സഞ്ചാരക്രമങ്ങൾക്ക് അനുഗുണമായിട്ട് അരങ്ങിൽ സംഭവിക്കുന്ന ചലനക്രമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള രംഗാവതരണങ്ങൾ ഇവിടെ നിറഞ്ഞു നിന്നപ്പോൾ ഇതല്ല നാടകമെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പ്രാദേശിക നാട്യ സംസ്കൃതികൾ ഇവിടെ ഉണ്ടെന്നും അതിൻ്റെ ഉള്ളുറവകളിൽ നിന്നും ഉണ്ടായി അതിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ടതാണ് നാടകമെന്നും ഭാരതത്തിൽ എങ്ങുമുണ്ടായി. അത് കാരണം കോളനി വാഴ്ചയുടെ പരിണത ഫലമായിട്ട് മറ്റ് സംസ്കാരങ്ങളുടെ കടന്നുകയറ്റം ഈ വന്നപ്പോൾ അത് നമ്മുടെ ഈ സാംസ്കാരിക പ്രതിഫലനത്തെയും അരങ്ങിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റു പല ഘടകങ്ങളെയും പോലെ ഇതിനെയും പിടിച്ചപ്പോൾ അതിൽ ശ്വാസം മുട്ടിയിട്ടാണ് ഇപ്റ്റ, ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷനൊക്കെയാണ് ആദ്യം അത്തരത്തിൽ ഭാരതത്തിൽ ചിന്തിച്ചു തുടങ്ങിയത്. ഏതായാലും പ്രാദേശിക ഇടങ്ങളിൽ അങ്ങനെ പുതിയ രീതികൾ നമ്മുടെ ക്ലാസിക്കൽ, ട്രൈബൽ, ഫോക്ക്, റിച്വൽ നാട്യ വഴക്കങ്ങളിൽ നിന്നും സ്വാംശീകരിച്ചുകൊണ്ട്, അതിൽ നിന്നും ഊർജം സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ തനതെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്ന ഇൻഡിജിനസ് എന്ന് പറയുന്ന തനത് നമ്മുടെ മാത്രമാണെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനെയല്ല. അധീശശക്തികളുടെ ആധിപത്യം എവിടെയെല്ലാം ലോകത്തുണ്ടായോ അവിടെയൊക്കെയും ഈ അധീശശക്തികളുടെ കാഴ്ചക്കീഴിൽ ഞെരിഞ്ഞവർന്ന് ശ്വാസം മുട്ടിയ മനുഷ്യർ
അവരുടെ നൈസർഗികമായിട്ടുള്ള ചോദനകൾ പുറത്തു കൊണ്ടുവരാൻ കലാരൂപങ്ങളിൽ കൂടി ശ്രമിച്ചതിൻ്റെ ഫലമാണ് തനതെന്ന് പറയുന്ന സങ്കല്പം. അതിന് തനതെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു. എം ഗോവിന്ദൻ ആ പേരാദ്യം ഇട്ടു. ആദ്യത്തെ ഒരു പ്രബന്ധം CN ശ്രീകണ്ഠൻ നായർ രണ്ടാമത്തെ നാടകക്കളരിയിൽ 1968 കൂത്താട്ടുകുളത്ത് അവതരിപ്പിച്ചു. തുടർന്ന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഉണ്ടായി. അപ്പോൾ അതിൽപ്പെടുന്ന ആ ജി ശങ്കരപ്പിള്ള, ഞാൻ വീണ്ടും ശങ്കരപ്പിള്ള സാറിലേക്ക് വരുന്നു. കാരണം നാടകത്തിനെ പറ്റി പറയുമ്പോൾ എന്ത് പറഞ്ഞാലും അത് ശങ്കരപ്പിള്ള സാറുമായിട്ട് ബന്ധം. കാര്യം ഇത്തരം ചിന്തകളെല്ലാം മഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം എഴുതിയത് മൂധേവി തെയ്യം, അദ്ദേഹം എഴുതിയത് കറുത്ത ദൈവത്തെ തേടി, ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന. എന്നാൽ ഇത് മാത്രമാണോ? ജി ശങ്കരപ്പിള്ളയുടെ നാടക ഡ്രമാറ്റിക് ലിറ്ററേച്ചറിനെ നാം ആകമാനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. കാരണം അദ്ദേഹം നാടകങ്ങൾ എഴുതിയത് ലോകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള രചനാ വഴികളെ നാടക പഠിതാക്കൾക്ക്, പ്രത്യേകിച്ചും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്തറിയാനും പരിചയപ്പെടാനും വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള, അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള പിരാന്തലയെ ഓർമ്മിപ്പിക്കുന്ന നാടകങ്ങളുണ്ട്, ഇബ്സനെ ഓർമ്മിപ്പിക്കുന്നതുണ്ട്. 1956 സ്നേഹദൂതൻ അദ്ദേഹം എഴുതിയത് യാഥാർത്ഥ്യത്തെ അവലംബിച്ചുകൊണ്ട് തന്നെയാണ്. ഈ അടുത്തിടെ ഏറ്റവും അവസാനം ഞാൻ അഭിനയിച്ച നാടകം കൊറോണ കാലം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ജി ശങ്കരപ്പിള്ളയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു നാട്യഗൃഹം സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുവനന്തപുരത്ത് ഇതിൽ അതിലെ സിദ്ധാർത്ഥ രാജകുമാരനായിട്ട് ഞാൻ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. 56 എഴുതിയ നാടകം, ആദ്യം എഴുതിയ. അത് കഴിഞ്ഞ് പിന്നെ ഈ പേരുകളൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം എന്നെക്കാൾ കൂടുതൽ ആ പേരുകൾ തെറ്റാതെ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഇടാൻ മറന്ന റെയിൽപാളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള രചനകളാണ് അത്. പ്രത്യേകിച്ച് ഒരു ശൈലിയുടെ തടർത്തി വയ്ക്കുകയല്ല, മറിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക്, നാടക പഠിതാക്കൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഇത് വരുമ്പോഴും നാടകം എന്ന് പറയുന്നത് കേവലം സാഹിത്യ രൂപങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും, ചാരകസേരയിൽ ചാരിയിരുന്നു കൊണ്ട് നോവൽ വായിക്കുന്നത് പോലെ, ചെറുകഥ വായിക്കുന്നത് പോലെ, കവിത വായിക്കുന്നത് പോലെ വായിച്ച് ആസ്വദിക്കാൻ വേണ്ടി ആണ് നാടകം എന്ന് സങ്കല്പിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം മറ്റ് പലയിടങ്ങളിലെയും പോലെ കേരളത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ നാടകം കേവലം സാഹിത്യമല്ലെന്നും, നാടകമെന്ന കലാരൂപത്തിൻ്റെ ആദിചോദന മാത്രമാണ് ലിഖിത രൂപമെന്നും, ഇതിനൊരു രണ്ടാം പാഠമുണ്ടെന്നും, അത് രംഗപാഠമാണെന്നും, ലിറ്റററി ടെക്സ്റ്റ് പോലെ തന്നെ പെർഫോമൻസ് ടെക്സ്റ്റ് കൂടി വരുമ്പോഴാണ് നാട്യ കല പൂർണ്ണമാകുന്നതെന്നും വ്യക്തമായിട്ട് ഉള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നു. അതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തത് ശങ്കരപ്പിള്ള സാറാണ്. ആദ്യം നാടകത്തിന് ഔപചാരികമായിട്ടൊരു വിദ്യാഭ്യാസം ആവശ്യമാണ്, അറിഞ്ഞു പ്രയോഗിക്കേണ്ടതാണ്. അല്ലാതെ നാട്ടുകൂട്ടായ്മകളിൽ വായനശാലയുമായി ബന്ധപ്പെട്ടും ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടും നാട്ടുപ്രമാണി പരിപ്പുവടയും ചായയും വാങ്ങിച്ചു കൊടുത്തിട്ട് രാജാപ്പാർട്ട് സ്വയം എടുക്കുകയും കൂടെ നിൽക്കുന്നവർക്ക് കയ്യിൽ കുന്തം ഏൽപ്പിച്ചിട്ട് പടന്മാരാക്കി നിർത്തുകയും ചെയ്യുന്ന കേവലം രസിക്കലുകൾക്ക് അപ്പുറത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച നാടകത്തിന്റെ ഞാൻ സൂചിപ്പിച്ചതിനപ്പുറവും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിന്റെ എല്ലാ വശങ്ങളെയും പറ്റി ഉത്തമമായിട്ടുള്ള ബോധ്യം സ്വയം ബോധ്യപ്പെടുകയും അതിനെ അറിയിക്കുകയും അങ്ങനെ ഒരു അക്കാദമിക തലത്തിലേക്ക് ഈ വിഷയം കൊടുക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ശങ്കരപ്പിള്ള സാറിന്റെ നാടകങ്ങളെ ആ രീതിയിൽ, ശങ്കരപ്പിള്ള സാറിന്റെ 3-4 നാടകങ്ങൾ, 2 നാടകങ്ങൾ വയലാവാസമുള്ള സാർ സംവിധാനം ചെയ്തത്, പൂജാമുറിയും ഭരതവാക്യവും, 2ലും അഭിനയിക്കാൻ പറ്റി. പിന്നെ കറുത്ത ദൈവത്തെ തേടിയെ ഊമ ആയിട്ട് അഭിനയിക്കാൻ 25 വർഷത്തിന് ശേഷം പഴയ ആൾക്കാർ അഭിനയിച്ചപ്പോൾ PK വേണുഗോപാൽ അസൗകര്യം വന്നതുകൊണ്ട് അന്ന് തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചപ്പോൾ, അപ്പോൾ ഒരു നാടകത്തിന്റെ ഒരു വലിയ ആചാര്യൻ, കൊച്ചുമകൾ കൂടെ ഉണ്ട്, എനിക്ക് വളരെ അടുപ്പമുള്ള ആചാര്യൻ ചോദിച്ചു, ഈ നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് വയലോപ്പള്ളി സംസ്കൃതി ഭവനിലെ കാണുമ്പോൾ ചോദിച്ചു, രാജാ പിന്നെ എന്താണത്, ഇതിലെ ഈ അമ്മ ഓർക്കുന്നുണ്ടാവുമല്ലോ, ദൈവത്തെ തേടി അറിഞ്ഞുകൂടാത്ത ആരുമില്ല, ആരാണ് ഇതിലമ്മ, കണ്ണു കെട്ടിക്കൊണ്ട് വരുന്നു, ഇത് ഗാന്ധാരിയാണോ, പിന്നെ 5 പേര് കൂടെ നടക്കുന്നു, കുന്തിയാണോ, ഒരു പെൺകുട്ടിയുണ്ട്, അത് പാഞ്ചാലിയാണോ, ഇതെന്താണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയ വിഷമം ഉണ്ടായി അത് കേട്ടപ്പോൾ. അല്ല, എൻ്റെ സംശയമല്ല, ഈ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം ചോദിച്ച ഒരാളിൻ്റെ ചെറുമകളായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഉറക്കം വരാത്ത 2 രാത്രികളിൽ ഞാൻ പിന്നെയും കാട്ടിൽ കാറ്റൂതിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് കേളിക്ക് ഞാനൊരു ലേഖനം എഴുതി. അതെൻ്റെ അനുഭവമായിരുന്നു. ആരാണ് ഗോത്ര സംസ്കൃതിയുടെ
ശ്യാമവർണം ഖനീഭവിച്ച് അവതീർണനായതാണ് കറുത്ത ദൈവം. എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ആരാണ് ഈ കറുത്ത ദൈവം, ആരാണ് ഈ അമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോത്ര സംസ്കൃതിയുടെ ശ്യാമവർണം ഖനീഭവിച്ച് അവതീർണനായതാണ്, നമ്മിൽ തന്നെയുള്ള നമ്മോടൊപ്പം നടക്കുകയും നമ്മോടൊപ്പം, അത് അകത്താകാം പുറത്താകാം, ഒപ്പം നടക്കുകയും വെട്ടിക്കൊന്ന മട്ടിൽ നിശ്രേഷ്ഠനായി കിടക്കുകയും നമ്മുടെ മുമ്പിൽ കിടക്കുകയും ചെയ്ത ഈ ഊമയാണ് കറുത്ത ദൈവം എന്നെഴുതി. പിന്നെ അമ്മയോ, ആ അമ്മയുടെ ആയമ്മയുടെ വാക്കുകളാണ് നമുക്ക് പ്രധാനം. അത് കൗതേയഭാരം മനസ്സിൽ പേറുന്ന കുതിയോ സ്വയം വരിച്ച അന്ധതയാൽ പ്രകാശദർശിനിയായ ഗാന്ധാരിയോ അല്ല, അതാരോ ആയിക്കോട്ടെ, ആ ആയമ്മയുടെ വാക്കുകളാണ് നമുക്ക് പ്രധാനം. നിങ്ങളുടെ ഒപ്പം നടന്ന് ആട്ടും തുപ്പും കൊണ്ട് ഇപ്പോൾ വെട്ടേറ്റ മട്ടിൽ നിശേഷനായി എൻ്റെ മടിയിൽ കിടക്കുന്ന ഈ ഊമയാണ് കറുത്ത ദൈവം എന്ന് ഞാൻ അതിൽ കുറിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ വിമർശനം പല രീതിയിൽ വന്നതിൻ്റെ മറുപടി എന്നുള്ളതായിരിക്കും. പക്ഷേ അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട്, ഞാൻ സമയം കൂടുതൽ നിങ്ങളുടെ സമയം വിലയേറിയതാണ് എൻ്റെയും എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എങ്കിലും ശങ്കരപിള്ള സാറിനെ പറ്റി പറയുമ്പോൾ, നാടകത്തെ പറ്റി പറയുമ്പോൾ, അത് പറയുന്ന എനിക്ക് തരുന്ന സന്തോഷത്തിലും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം എന്നുള്ള ബോധ്യം നിങ്ങളുടെ കണ്ണുകൾ എന്നോട് പറയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിച്ചു പോകുന്നു. എങ്കിലും ഞാൻ നിർത്തുകയാണ്, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ജനുവരി 1 നമുക്ക് 2 നാടകകാരന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെടുത്തിയത്. ഒന്ന് സഫ്ദർ ഹാഷ്മി, 2 ജി ശങ്കരപിള്ള സാർ. ഇന്നിവിടെ ഇതുള്ളത് കൊണ്ട് മിനിയാന്ന് ഭാരത് ഭവനിലെ സഫ്ദർ ഹാഷ്മി അനുസ്മരണം ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ നാടകകാരന്മാർ നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ സംഘടനയുണ്ട്. പണ്ട് ഞാൻ മിനിയാന്ന് അവിടെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് സ്റ്റാച്യൂവിൽ കൂടെ നടക്കുമ്പോൾ ഈ കവികളെ കൊണ്ട് കാലിത്തട്ടി വീഴുന്നു നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നാടകക്കാരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് മോശമല്ല, നല്ല കാര്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള കേവലം നാടക പ്രയോക്താക്കളായിരുന്നില്ല ഈ പറഞ്ഞ ഞാൻ സൂചിപ്പിച്ച സഫ്ദർ ഹാഷ്മി ആയാലും ജി ശങ്കരപിള്ള ആയാലും ഒക്കെ. അപ്പോൾ അത്തരത്തിൽ ഈ കലാരൂപത്തിന് അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും അതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നും ഒക്കെ അത്തരത്തിൽ സങ്കല്പിച്ച് അതിനെ പ്രയോഗതലത്തിൽ കൊണ്ടുവന്നതാണ് കേവലം ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള രാജാവാര്യർ നാടകത്തിനെ പറ്റി ഇത്രയും പറയുന്നത് സ്കൂൾ ഓഫ് ഡ്രാമ പോലെ ഒരു സ്ഥാപനം പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ നാടകം കേവലം പൊറാട്ടുകളല്ലെന്നും അതിനപ്പുറത്ത് ജീവിതത്തെ സംശുദ്ധീകരിക്കുന്ന, നേർവഴിക്ക് നയിക്കുന്ന, നേർവഴിയില്ല സത്യം വേദ ഈ നല്ലത് ചീത്തയൊക്കെ ആപേക്ഷികവും വൈയക്തികവുമാണെന്ന് നമുക്കറിയാം. എങ്കിലും ഒരു പൊതുധാരയിലൊരു നേർ രീതിയുണ്ട്. ആ കമ്മണ്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. സൂപ്പർയുഗം എന്നൊക്കെ പറയാം, അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അതിൽ ആദ്യം ഞാൻ സൂചിപ്പിച്ച സഹജീവി വർത്തത്വം പുലർത്തിക്കൊണ്ട് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സ്നേഹിക്കാൻ, അത്തരത്തിൽ സമരസപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിന് വേണ്ടി, അത് തന്നെയാണ് അരിസ്റ്റോട്ടിൽ വർഷങ്ങൾക്ക് മുമ്പേ പൊയറ്റിക്സിൽ പറഞ്ഞത്. അതിൽ ഉത്തമമായിട്ടുള്ള ട്രാജഡി ഈഡിപ്പസിനെയാണ് പറഞ്ഞത്, സോഫോക്ലീസിന്റെ. അപ്പോൾ ട്രാജഡിക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അനുവാചകരിൽ ഉണ്ടാകുന്നത്, ഇവിടെ നമ്മൾ അനുഭാവ വ്യഭിചാരി സംയോഗാൽ രസനിഷ്പത്തിയിലെത്തുന്ന സാമാജികന്റെ അവസ്ഥയും മറ്റതുമൊക്കെ അതിന്റെ സൈക്കോളജിക്കൽ തലത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞുമറിയാതെയും നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യരായിട്ടുള്ള നമുക്ക് മുമ്പിൽ ഈ ഇവിടെ നിൽക്കുന്ന ഈഡിപ്പസ് എന്ന് പറയുന്ന ഉദാത്ത സത്വനായിട്ടുള്ള, അറിയാമല്ലോ, ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ വിഖ്യാത വംശധരാവലകൻ തന്നെയാണ് ഇവിടുത്തെ നാടക തത്വം പറയുന്നത്. അതുപോലെയുള്ള ഉത്തമ നായകൻ തന്നെയാണ് ഈഡിപ്പസ്. പക്ഷേ വിധിയുടെ വൈപരീത്യത്താൽ അവസാനം സ്വന്തം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി നീങ്ങുമ്പോൾ അത്രത്തോളം ഉത്തമൻ അല്ല നമ്മളെന്ന് അറിയാമെങ്കിലും അത് വന്നിട്ടില്ലല്ലോ, നമ്മൾ അതിൽ പെട്ടിട്ടില്ലല്ലോ. മാത്രമല്ല അത്തരത്തിലുള്ള സപ്രസ്ഡ് ഇമോഷൻസ്, അനിമൽ ഇൻസ്റ്റിങ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളിലുള്ള അത്തരത്തിലുള്ള ഒരുപാട് വികാരങ്ങൾ അല്ലേ. എല്ലാ വികാരങ്ങളും എല്ലാ മനുഷ്യர்களுണ്ട്. എൻ്റെ ഒരു ഭീമനുണ്ട്, എൻ്റെ ഒരു രാവണനുണ്ട്, എൻ്റെ ഒരു ശ്രീകൃഷ്ണനുണ്ട്, എൻ്റെ ഒരു ഏതെടുത്താലും എൻ്റെ ഒരു പാഞ്ചാലിയുണ്ട്, എൻ്റെ ഒരു കുന്തിയുണ്ട്, എൻ്റെ ഒരു മാക്ബത്തുണ്ട്, എൻ്റെ ഒരു ലേഡി മാക്ബത്തുണ്ട്. പക്ഷേ നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ, അതാണ് ഏറ്റവും കോണ്ടക്സ്റ്റാണ് ഏറ്റവും പ്രധാനം.
സന്ദർഭങ്ങളിൽ നമുക്കത് എടുത്ത് പ്രയോഗിക്കേണ്ടി വരുന്നില്ല. അഭിനേതാവിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്നത് നിത്യജീവിതത്തിൽ എന്നിലുള്ള ക്രൈം എലമെന്റ്, ചെറിയ കുട്ടിയുടെ കയ്യിൽ നമ്മളൊരു വെള്ള പേപ്പർ കൊടുത്താൽ ലോകത്ത് എവിടെ ജനിച്ച കുട്ടിയാണെങ്കിലും ആദ്യം ചെയ്യുന്നത് എന്താ? അതിനെ പിച്ച് കളയുക. അപ്പോൾ വലിയ മനഃശാസ്ത്രകാരന്മാർ പറയുന്നത് അവനിലുള്ള അല്ലെങ്കിൽ അവളിലുള്ള ക്രിമിനൽ അവനിലെ ക്രൈമിന്റെ എലമെന്റ് ആണ്, അതിന്റെ റിഫ്ലക്ഷനാണ്, അതിന്റെ ബഹിർസ്ഫുരണമാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിലുള്ള ജൂലിയസ് സീസറിൽ ബ്രൂട്ടസായിട്ട് അഭിനയിക്കുമ്പോൾ, സീസറിനെ കുത്തിക്കൊല്ലുമ്പോൾ എന്നിലെ കുറ്റവാളി, എന്നിലെ രാജാവിലെ കുറ്റവാളി സന്തോഷിക്കുന്നു. അതാണ് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനഃശാസ്ത്ര രസകരമായിട്ടുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച അത്തരത്തിൽ സപ്രസ്ഡ് ഇമോഷൻസിനെ കഴുകിക്കളഞ്ഞുകൊണ്ട് നിർമ്മലീകരിക്കുക, വിമലീകരിക്കുക കഥാസിസിൽ അരിസ്റ്റോട്ടിൽ പറയുന്നതാണ്. അപ്പോൾ കലകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ, ഉത്തമമായ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള നാടകങ്ങൾ ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ച, പകരം വയ്ക്കാൻ ആളില്ലാത്ത വ്യക്തിത്വമാണ് ജി ശങ്കരപ്പിള്ള. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഇതുപോലെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം മനസ്സിൽ വിഭാവനം ചെയ്ത, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഡെൻസിറ്റിയിലെ ജീവിതത്തെക്കാൾ ഭാവസാന്ദ്രമായ, അനുഭൂതിയുടെ സൗഭഗം തൂകുന്ന, കേവലം അനുഭവമല്ലത്, എസ്തെറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ള അനുഭവമല്ല. ഇന്ദ്രിയങ്ങളാകുന്ന കവാടങ്ങളിലൂടെ നിരന്തരം അതുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ, കലാരൂപവുമായിട്ട് ഇടപെടുമ്പോൾ അതീന്ദ്രിയ തലത്തിലെത്തി അനുഭൂതിയുടെ എസ്തെറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കേവലം ലാവണ്യ അനുഭവമല്ല, മറിച്ച് സൗന്ദര്യ അനുഭൂതിയുടെ വളരെ ഉയർന്നമായിട്ടുള്ള ഔന്നത്യത്തിൽ നിൽക്കുന്ന ചില തലങ്ങളുണ്ട്. അത് വളരെ മനഃശാസ്ത്രപരമാണ്. അപ്പോൾ ജീവിതത്തെക്കാൾ ഭാവസാന്ദ്രമായ, അനുഭൂതിയുടെ സൗഭഗം തൂകുന്ന, അനുവാചകന്റെ മാനസത്തെ സ്ഫടിക സുതാര്യമായ രീതിയിൽ തെളിമയുള്ളതാക്കുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ച കഥാസിസ് നിർമ്മലീകരിക്കുക, അധമ വികാരങ്ങളെ നിർമ്മലീകരിച്ചുകൊണ്ട് സ്ഫുടീകരിക്കുക, അനുവാചകന്റെ മാനസത്തെ സ്ഫടിക ആക്കുന്ന രീതിയിലുള്ള ഉത്തമമായ നാടക രൂപങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അത്തരത്തിലുള്ള നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ കൂടിയാണ് ജി ശങ്കരപ്പിള്ളയെ ഓർക്കേണ്ടത്. അദ്ദേഹം സങ്കല്പിച്ച, സ്വപ്നം കണ്ട, പ്രവർത്തിച്ച, എഴുതിവെച്ച കാര്യങ്ങളുടെ തുടർച്ച, അതിൻ്റെ നൈരന്തര്യം ഉണ്ടാകേണ്ടത് അർത്ഥവത്തായിട്ടുള്ള നാടകങ്ങളുടെ അവതരണങ്ങളിലൂടെ ആയിരിക്കണം. അത് ചെറിയ കൂട്ടായ്മകളിൽ തന്നെ ഉണ്ടാകണം. ഇന്നിപ്പോൾ കാർണിവലുകളായി മാറുന്നു. ഒരു നാടകകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വിഷമമുണ്ട്. ഫെസ്റ്റിവലുകളാണ് ഇന്ന് പ്രധാനം, കാർണിവലുകളാണ്. എന്ന് തൊട്ടാണ് ഇത്തരമുള്ള കാർഷിക ഗോത്ര സംസ്കൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള മലയാളിയുടെ പൂർവ്വ ജീവിതങ്ങളിൽ നിന്നും വളരെ നൈസർഗികമായിട്ടുണ്ടായി വന്നിരുന്ന വെള്ളരി നാടകങ്ങളുടെ നാട്ടിൽ ഇന്ന് കാർണിവലുകൾ, നല്ലതിനോ ചീത്തയോ എനിക്കറിയില്ല, അറിയാത്തത് എൻ്റെ വിവരദോഷമായിരിക്കാം ഞാൻ, പക്ഷേ അത് സഹിക്കുന്നു. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. ഉത്തമമായ കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ ഉണ്ടാകട്ടെ. ജി ശങ്കരപ്പിള്ളയെയും ഡോക്ടർ വയലാ വാസുദേവൻ പിള്ളയും പോലെയുള്ളവർ ഇവിടെ തെളിച്ചിട്ട വഴിയിടങ്ങളിൽ കൂടി വളരെ സൂക്ഷിച്ച് ഓരോ ചുവടും വയ്ക്കേണ്ടതുണ്ട്. നാടക ആഭാസങ്ങളെ വകഞ്ഞു മാറ്റി അത്തരത്തിലുള്ള നല്ല നാടകങ്ങൾ ഉണ്ടാകട്ടെ. നാടകത്തിൻ്റെ പുതിയ സൂര്യോദയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. നിങ്ങൾക്കും എനിക്കും നമ്മളെല്ലാവരും ആ പ്രതീക്ഷയുടെ മുമ്പിൽ, ജി ശങ്കരപ്പിള്ളയുടെ മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. എന്നെ കേട്ടിരുന്ന ഏവർക്കും വിനീതമായ നമസ്കാരം. നന്ദി. നമസ്കാരം. വിമലീകരണത്തിൻ്റെ വിത്തുകൾ നാടകത്തിലൂടെ എങ്ങനെയാണ് ശങ്കരപ്പിള്ള സാർ സാധ്യമാക്കിയത്? വളരെ പ്രൗഢോജ്വലമായ കുറച്ച് സമയമെടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറെ ചിന്തകൾ തന്ന പ്രിയപ്പെട്ട രാജവാര്യർക്ക് നന്ദി. അനുസ്മരണം നടത്തുന്നതിന് ശങ്കരപ്പിള്ള സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആദ്യ ബാച്ചിലെ തന്നെ നല്ല നടനും നാടകത്തെപ്പറ്റി തൻ്റെ ജീവിതമാക്കുകയും ആഴത്തിൽ പഠിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ജയസൂര്യ മാഷെ സ്നേഹത്തോടെ ക്ഷണിക്കും. എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സരാശംസകൾ. 1989 ശേഷം ഏതാണ്ട് എല്ലാ പുതുവത്സരങ്ങളും
നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാള നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖസാന്ദ്രമാണ്. ഈ 1989 ജനുവരി 1 ശങ്കരപ്പിള്ള സാറ് നമ്മളെ വിട്ടുപോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് നാടകക്കാരെ സംബന്ധിച്ച് ദുഃഖസാന്ദ്രമാണ്. പ്രത്യേകിച്ച് എന്നെയും സി കെ തോമസിനെയും പോലുള്ള ആളുകൾക്ക് അത് ഏറെ ദുഃഖസാന്ദ്രമാണ്. കാരണം ഞങ്ങളൊക്കെ ശങ്കരപ്പിള്ള സാറിൻ്റെ കൂടെ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി നിന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് നാടകലോകത്ത് പ്രവർത്തിച്ച ആളുകൾ. അതുകൊണ്ട് തന്നെ അതേറെ ദുഃഖസാന്ദ്രമാണ് എന്നുള്ളത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇവിടെ രാജാ സംസാരം തുടങ്ങിയപ്പോൾ എനിക്ക് സത്യത്തിൽ വയലാർ സാറിന് ഓർമ്മ വന്നു. അതിൻ്റെ കാരണം രാജ ആദ്യം തന്നെ പറഞ്ഞു, എന്താണ് ഈ സ്മാരക പ്രഭാഷണവും അനുസ്മരണ പ്രഭാഷണവും രണ്ടും ഒന്നല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ സാധാരണ ഇത്തരം ചോദ്യങ്ങളെ ഏറെ അഭിമുഖീകരിച്ചിട്ടുള്ളത് വയലാർ സാറാണ്. ഏത് ഒരു സെമിനാർ നടന്നാലും ഒരു നാടകമേള നടന്നാലും അവിടെ പങ്കെടുക്കുന്ന ആളുകൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഉത്തരം പറയാനുള്ള ബാധ്യത പലപ്പോഴും വന്നുപെട്ടിട്ടുള്ളത് വയലാർ സാറിനാണ് എന്നത് ഏറ്റവും രസകരമായി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വയലാർ സാറിനെ പെട്ടെന്ന് ഓർമ്മിച്ചു ഇത്തരം കാര്യങ്ങൾ. അതിപ്പോൾ ഒരിക്കൽ ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ കോഴിക്കോടാണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിൽ നിന്ന് പ്രസന്ന ആണ് ഈ ചോദ്യം ഉദ്ദേശിച്ചത്. എന്താണ് സ്പേസ് എന്നൊരു ചോദ്യം വയലാർ സാറിനോട് ചോദിച്ചു. വയലാർ സാർ വളരെ വിശദമായി സ്പേസിനെ പറ്റി സംസാരിച്ചു. അതിന് കാരണം എന്ന് വെച്ചാൽ വളരെ പരന്ന വായന. വയലാർ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതായിരുന്നു? വളരെ പരന്ന ഒരു വായന. അതുകൊണ്ട് തന്നെ നാടകവുമായി, സാഹിത്യവുമായി, ലോകവുമായി, ഗാന്ധിസവുമായി ബന്ധപ്പെട്ട ഏതു ചോദ്യത്തിനും സാർത്ഥകമായ ഉത്തരം കൊണ്ട് കേൾക്കുന്നവരെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരാളായിരുന്നു വയലാർ സാർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വയലാർ സാറിനെ ഓർമ്മിക്കാൻ ഇടയായി എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ സ്മാരക പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തെ സംബന്ധിച്ചുമാണ് നമുക്ക് സ്മാരക പ്രഭാഷണം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഷേക്സ്പിയറെ പറ്റിയാകാം, ലോക നാടകവേദിയെ പറ്റിയാവാം, ഗ്രീക്ക് നാടകവേദിയെ പറ്റിയാവാം, ഇന്ത്യൻ ക്ലാസിക്കൽ നാടകവേദിയെ പറ്റിയാകാം, ആധുനിക നാടകത്തെ പറ്റിയാവാം, ഒരു നാടകക്കാരനെ പറ്റിയാവാം, ആരെപ്പറ്റിയുമാകാം സ്മാരക പ്രഭാഷണം. പക്ഷെ അനുസ്മരണ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആരെ അനുസ്മരിക്കുന്നോ ആ വ്യക്തിക്ക് അവിടെ പ്രാധാന്യമുണ്ട്. ആ വ്യക്തിയെയാണ് നമ്മളവിടെ അനുസ്മരിക്കുക. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആദ്യമായി പ്രിയപ്പെട്ട ഗിരീശൻ, വർഷങ്ങളായി ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞാൻ ഏറെക്കുറെ തൃശ്ശൂർ വന്ന കാലം മുതൽ ഗിരീശൻ മാഷ് രാമകൃഷ്ണാശ്രമത്തിലെ അധ്യാപകനായിരുന്നു. ഞാൻ 1980 രാമകൃഷ്ണാശ്രമത്തിൽ ആദ്യം നാടകം ചെയ്യാൻ പോകുന്നത്. അന്ന് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുകയാണ്. അപ്പോൾ അന്ന് മുതലുള്ള എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ് ഗിരീശൻ. പിന്നെ രാജ എൻ്റെ ശിഷ്യനാണ്. വളരെ ഗൗരവമായി നാടകത്തെ സമീപിക്കുകയും നാടകത്തിൽ ഇവിടെ നിന്ന് പഠിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം നാടകത്തിൽ റിസർച്ച് ചെയ്യുകയും PhD ഡോക്ടറേറ്റ് നേടുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ വയലാർ സാറ് കേരള യൂണിവേഴ്സിറ്റിയിൽ നാടക പഠന സ്ഥാപനം ആരംഭിച്ചപ്പോൾ സാറിൻ്റെ കൂടെ തന്നെ അവിടെ പ്രവർത്തിക്കുകയും സാറിന് ശേഷം അതിൻ്റെ ചുമതല നിർവഹിക്കുകയും ധാരാളം നാടകങ്ങൾ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും പിന്നെ നാടകത്തെപ്പറ്റി പഠിക്കുകയും ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ സാംകുട്ടി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു. സാംകുട്ടിയും എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ്. അദ്ദേഹം നിരവധി നാടകങ്ങൾ രചിക്കുകയും നാടകത്തെപ്പറ്റി എഴുതുകയും നാടകങ്ങൾ സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. മൃച്ഛകടികത്തിൽ ഞാൻ എൻ്റെ 2 മക്കൾ, ഞങ്ങൾ 3 പേരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് നാടകത്തിൽ. എൻ്റെ 2 മക്കളും അതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിരുന്നു. വളരെ സമർത്ഥമായി ഒരു ഗ്രാമത്തെ മുഴുവൻ ഉപയോഗിച്ച് 8 വയസ്സുള്ളൊരു കുട്ടി മുതൽ അന്ന് 73 വയസ്സുണ്ടായിരുന്ന ഒരു വൃദ്ധൻ വരെ, 73 വയസ്സ് വൃദ്ധനാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു വൃദ്ധൻ വരെ അതിലെ അഭിനയിക്കുകയുണ്ടായി. ഒരു ഗ്രാമം മുഴുവൻ പങ്കെടുത്ത മൃച്ഛകടികം നാടകാവതരണം പൊറനാട്ടുകര ഗ്രാമത്തിൽ സംഭവിക്കുകയുണ്ടായി. പിന്നെ മഞ്ജു നാടകത്തിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്. മഞ്ജുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ
സീകയെ പറ്റി ഞാൻ പറഞ്ഞു. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. പിന്നെ വത്സല ചേച്ചി, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ഒരുമാതിരി എല്ലാവരെയും തന്നെ. പിന്നെ ഷേർലി സോമസുന്ദരം വന്നിട്ടുണ്ട്, ബാലചന്ദ്രനുണ്ട്. ഇവരൊക്കെ, ഷേർലിയൊക്കെ വളരെ കാലമായി നാടകത്തിൽ പ്രവർത്തിക്കുന്ന, സോമസുന്ദരം തന്നെ നാടകത്തിൽ വളരെ സ്വന്തമായി സമിതി നടത്തുകയും നാടകവേദിക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകവേദിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത ആളാണ്. ഷെർലിയുടെ മകളാണ് മുത്തുമണി, സിനിമാ നടിയായതുകൊണ്ട് നിങ്ങളറിയും. ഞങ്ങളൊക്കെ മുത്തുമണിയെ അറിയുന്നത് നാടകക്കാരി എന്നുള്ള നിലയ്ക്കാണ്. നല്ല പ്രതിഭയുള്ള ഒരു കുട്ടി എന്നുള്ള നിലയ്ക്കാണ് മുത്തുമണിയൊക്കെ ഞാൻ പരിചയപ്പെടുന്നതും അറിയുന്നത്. അപ്പം അങ്ങനെ ഒരുമാതിരി നാടകവുമായി ബന്ധപ്പെട്ട ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് പ്രധാനമായും ഞാൻ അനുസ്മരിക്കുകയാണ്. ഇപ്പം എൻ്റെ വിഷയം ശങ്കരപ്പിള്ള സാറിനെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, സാർ 89 മരിച്ചു. 32 വർഷമാകുന്നു സാറ് നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ട്. ഇന്ന് 32ാമത്തെ അനുസ്മരണ വർഷദിനമാണ്. അപ്പോൾ കാലങ്ങളായി നമ്മൾ പല ഭാഗത്തും ശങ്കരപ്പിള്ള സാറിനെ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. പലരും കാലങ്ങളായി സാറിനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും പറയാനുള്ളത് ഏറെക്കുറെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്, ഒരേ അവസ്ഥ തന്നെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ സീകയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ ശിഷ്യന്മാരായ ഞങ്ങൾക്ക് വ്യക്തിപരമായ ചില ബന്ധങ്ങളും ചില അടുപ്പങ്ങളും ചില ഓർമ്മകളും ഒക്കെ ഉണ്ട് സാറിനെ പറ്റി. പലപ്പോഴും ഞങ്ങളത് റിവീൽ ചെയ്യാറില്ല, പുറത്ത് പറയാൻ ഞങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം അത് ഞങ്ങളെ പലപ്പോഴും വേദനിപ്പിക്കുന്ന, ഏറെ ദുഃഖസാന്ദ്രമായ ഒരുപാട് അനുഭവങ്ങൾ, സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ സാറിനെ പറ്റി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളത് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും സാറിനെ പറ്റിയുള്ള ചില ഓർമ്മകൾ മാത്രം പങ്കുവയ്ക്കുക എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പും ഞാനിതിവിടെ തൃശ്ശൂർ പല വേദികളിലായി പങ്കുവച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ സാറിനെ പറ്റി നമ്മൾ അധികം സംസാരിക്കേണ്ടി വന്നിട്ടില്ല. സാറിനെ പറ്റി അനുസ്മരണം നമ്മൾ ആദ്യമല്ലേ വയ്ക്കണേ. സാറിനെ പറ്റിയുള്ള ഒരു അനുസ്മരണം ശരിക്ക് വയലാർ കൾച്ചറൽ സെൻ്ററിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. പക്ഷെ നേരത്തെ നടക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം ഈ പുറത്തൊക്കെ പല സംസാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വസ്തുത എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സാറിനെ അനുസ്മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കത് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമായി ഞാൻ കാണുകയും വയലാർ കൾച്ചറൽ സെൻ്ററിൻ്റെ ഭാരവാഹികളെ, ചുമതലക്കാരെ ആ കാര്യത്തിൽ ഏറെ സന്തോഷത്തോടെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നാടകം എന്നത് മാത്രമായിരുന്നു സാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. സാറിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും അത്രയേറെ ഒരു പ്രാപ്തരായി എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സാർ ഏറെക്കുറെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ശങ്കരപ്പിള്ള സാറ് വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ വയലാർ സാറിന് ഇതുപോലൊരു സ്ഥാപനം ഇവിടെ നടത്താൻ വത്സല ചേച്ചി തയ്യാറായി എന്നുള്ളത് കൊണ്ട് തന്നെ വയലാർ സാറിന് നമ്മൾ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ നിരന്തരമായി ഈ സ്ഥാപനത്തെ പറ്റി നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സ്ഥാപനത്തിലൂടെ വയലാർ സാറിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശങ്കരപ്പിള്ള സാറിന് അങ്ങനെയല്ല. കാരണം സാറിൻ്റെ ഒരു കുടുംബമില്ലായിരുന്നു. സാറിൻ്റെ ജീവിതം നാടകം മാത്രമായിരുന്നു. നാടകക്കാർ ഇപ്പോഴും സാറിനെ പറ്റി എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഇപ്പം ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ഓൺലൈനിൽ ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞിട്ട് ഓൺലൈൻ മീറ്റിംഗ് കൂടുകയായിരുന്നു. സാറിൻ്റെ പഴയ സ്റ്റുഡൻസാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ഞങ്ങൾ ആദ്യത്തെ 5 ബാച്ചുകാർ ഓൺലൈനിൽ നിരന്തരം ചർച്ചയും മീറ്റിംഗ് കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് മറ്റേ രംഗചേതനക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെവിടെയും എത്തിയിട്ടില്ല. പക്ഷേ ചർച്ചയിൽ നിന്ന് നമുക്കിപ്പോൾ സാധിക്കാൻ കഴിഞ്ഞൊരു കാര്യം, നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയും കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിൽ 30-ാം തീയതി സിൻഡിക്കേറ്റിൽ അത് ശങ്കരപ്പിള്ള സാറിൻ്റെ പേരിൽ ഒരു ചെയർ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. നിരന്തരമായി നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ സാറിൻ്റെ പ്രശസ്തരായ പല സ്റ്റുഡൻസും, പ്രത്യേകിച്ച് രഞ്ജിത്തിനെ പോലുള്ള സിനിമാ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ നിരന്തരമായി ഓഫീസേഴ്സുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് സാറിൻ്റെ പേരിൽ ഒരു ചെയർ സ്ഥാപിക്കാൻ, യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെയർ സ്ഥാപിക്കാനായിട്ട് 30-ാം തീയതി സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതാണ്ട്
സന്തോഷകരമായ ഒരു വസ്തുത ആണ്. പക്ഷെ മറ്റ് ഒരു തലത്തിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ചിറയൻകീഴെന്ന് പറഞ്ഞാൽ സാറിൻ്റെ പേരിൽ ഒരു സെൻറ്റ് ഭൂമിയില്ല. ഞങ്ങൾ ഈ നിരന്തരമായി ചർച്ചകളിൽ വന്നിട്ടുള്ള വിഷയങ്ങളാണ്. എന്താണ് ചെയ്യുക? നമുക്ക് സാറിന് വേണ്ടി ഒരല്പം സ്ഥലം അവിടെ വാങ്ങിച്ച് ഒരു മെമ്മോറിയൽ ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. സാറിൻ്റെ ബന്ധുക്കളിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ സഹോദരിമാർ മാത്രമേ ഒരാളെ ഉള്ളൂ എന്ന് തോന്നുന്നു. രാജേന്ദ്രൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. രാജേന്ദ്രൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. ബാക്കി സാറിന് ഒരുപാട് സഹോദരിമാരുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ഓർമ്മയിലാണ് സാറിൻ്റെ ഇളയ സഹോദരിയുടെ വിവാഹം നടക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ പോയിരുന്നു എന്ന് തോന്നുന്നു. ഞാനും CK വിവാഹത്തിൽ പങ്കെടുത്തതായിട്ടാണ് എൻ്റെ ഓർമ്മ, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ സാറിൻ്റേതായി പറയാൻ ഉണ്ടായിരുന്ന ഒരാൾ ഗംഗാധര സാറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവരൊക്കെ വളരെ റിജിഡായിട്ടുള്ള ചില മനോഭാവങ്ങളാണ് ജീവിതത്തോടും മറ്റ് കാര്യങ്ങളോടും മറ്റാളുകളോടും ഒക്കെ കാണിച്ചിട്ടുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ അവസ്ഥകൾ മനുഷ്യൻ ഉണ്ടാവുന്നു എന്നുള്ളതിനപ്പുറം ഇതിലൊന്നും ഒരാളാണ് കാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സമൂഹമാണ് കാരണക്കാരെന്ന് ചിന്തിക്കുന്നതേ അബദ്ധമാണെന്ന് വിശ്വസിക്കുന്നയാളാണ്. ഇവർക്കൊക്കെ ചില റിജിഡ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ടാണ് പല അയാളുമായിട്ട് നമുക്ക് സഹകരിക്കാൻ കഴിയും, അയാൾ നമ്മുടെ ശത്രു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. അത് പ്രഗത്ഭരായ പലരും, ചിലർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, അതൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇതൊന്നുമല്ല, നമുക്കാകാവുന്ന രീതിയിൽ ശങ്കരപ്പിള്ള സാറ്, വയലാ സാറ്, വേണുകുട്ട സാറ്, രാമാനുജ സാറ് ഇവരെല്ലാം മലയാള നാടകവേദിയിലും ഇന്ത്യൻ നാടകവേദിയിലും പ്രസക്തമായ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. അവരെ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അവരുടെ സംഭാവനകളെ ലോകം അറിയേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവരുടെയൊക്കെ സംഭാവനകൾ വളരെ വലുതാണ്, ചെറുതല്ല. ചെറുതെന്ന് പലപ്പോഴും നമ്മൾ കാണാൻ ശ്രമിക്കുന്നു, അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നു. കാരണം ഞാൻ വലുതാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരൊക്കെ ചെറുതാണെന്ന് ചിന്തിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നാടകവേദിയെപ്പറ്റി, നാടക പ്രവർത്തകരെ പറ്റിയൊക്കെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ശങ്കരപ്പിള്ള സാർ. പ്രധാനമായി ഞാൻ പറയുക, ഒരുപാട് പൂർവകാല നാടക സംഭവങ്ങൾ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു ശങ്കരപ്പിള്ള സാർ. വരെയപ്പോൾ തിക്കുറിശ്ശി സുകുമാരൻ നായരെ പറ്റി, മറ്റേ കൈനിക്കര കുമാരപിള്ള സാറിനെ പറ്റി, ഇവരെ പറ്റിയൊക്കെ സാറ് പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഈ തിക്കുറിശ്ശിക്ക് എപ്പോഴും രണ്ടുപേരും നമ്മൾ വിട്ടുപോയവരാണ്. തിക്കുറിശ്ശിക്ക് എപ്പോഴും ഈ ഏത് നാടകം അഭിനയിച്ചാലും അവസാനം ഈ കയ്യിൽ നിന്ന് കുറച്ചിട്ട് ഒന്ന് പൊലിപ്പിക്കുന്ന ഒരു രീതിയുള്ള ആളാണ് തിക്കുറിശ്ശി സുകുമാരൻ. കുമാരപിള്ള സാർ കുറച്ചുകൂടി സീരിയസ് ആയി നാടകത്തെ കാണുന്നതാണ്. കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരല്പം ചേർത്തിട്ട് അവസാനം. അപ്പം അങ്ങനെ ഇവർ അച്ഛനും മകനുമായി, കുമാരപിള്ള സാർ അച്ഛനും തിക്കുറിശ്ശി മകനുമായിട്ട് അഭിനയിക്കുന്ന ഒരു നാടകത്തിൽ മകൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനെ അച്ഛൻ എതിർക്കുന്നു, ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. എന്നിട്ട് അച്ഛൻ അകത്തേക്ക് കയറിപ്പോകുന്നു. ഇതാണ് നാടകത്തിൻ്റെ സന്ദർഭം. അവിടെ തിക്കുറിശ്ശി ഒരു 1.5 പേജ് ഡയലോഗ് സ്വയം എഴുതി പഠിച്ച് റെഡിയാക്കി വന്നു എന്നാണ്. ശങ്കരപിള്ള സാർ വളരെ രസകരമായി ഇത് അവതരിപ്പിക്കും. ഈ കഥ അവതരിപ്പിക്കാൻ അത്ര പ്രാപ്തനല്ല ഞാൻ. അങ്ങനെ തയ്യാറായി ഒക്കെ നിൽക്കുമ്പോൾ കുമാരപിള്ള സാറ്, മേലാൽ ഇതിവിടെ സാധിക്കില്ല, നീ നിൻ്റെ വഴിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് കുമാരപിള്ള സാറ് അച്ഛൻ അകത്തേക്ക് കയറി പോകുമ്പോൾ തിക്കുറിശ്ശിയുടെ ഡയലോഗ്, നിൽക്കൂ, എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു നടൻ സ്വാഭാവികമായും അരങ്ങിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നിൽക്കും, എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നടൻ സ്വാഭാവികമായി നിന്നുപോകും. കാരണം ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അഭിനയം നമുക്കറിയാമല്ലോ ജീവിതം തന്നെയാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പകർപ്പാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഈ അരങ്ങിൽ നിൽക്കുന്ന നടൻ നിന്നുപോകും. കുമാരപിള്ള സാറൻ നിന്നുപോയി അദ്ദേഹം തിരിഞ്ഞൊന്ന് നോക്കി. കാരണം ഇത് നാടകത്തിലില്ല. പക്ഷെ അവിടെ ആ നടന്റെ പ്രകടനം, ആ നടൻ അസാധ്യ കഴിവുകളുള്ള ആളല്ലെങ്കിൽ ആ നടൻ വീഴുപോകും അരങ്ങിൽ. നാടകത്തെ കാണുമ്പോൾ നമ്മൾ അതുകൂടെ ചിന്തിക്കണം. തിക്കുറിശ്ശി നാടകക്കാരനാണ്, നമ്മൾ അദ്ദേഹത്തെ മോശക്കാരനായി കണ്ടതുകൊണ്ട് ഞാൻ പറയാം. തിക്കുറിശ്ശി ഇത് പറഞ്ഞ ഉടനെ തന്നെ കുമാരപിള്ള സാറ് തിരിഞ്ഞു നിന്നു, നോക്കി, പറയൂ എന്നാണ് അദ്ദേഹം തുടക്കം.
അപ്പോഴത്തേക്കും പറയണത് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, കുമാരപിള്ള സാറ് ഈ അരങ്ങിനെ പറ്റി നല്ല ബോധ്യമുള്ള ആളാണ്. അദ്ദേഹം നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞ്, നിന്റെ തലയിലെഴുത്ത് നീ നിന്ന് പറ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുമാരപിള്ള സാറ് പറഞ്ഞു, നിന്റെ തലയിലെഴുത്ത് നീ നിന്ന് പറ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനത്തേക്ക് പോയി. ഇത് കുറച്ചേക്ക് പിന്നെ വല്ല ഇത് ആരോട് പറയാൻ ഇത് ഇങ്ങനെ. പക്ഷെ ഇത് ഈ കുമാരപിള്ള സാറിൻ്റെ അരങ്ങുമായിട്ടുള്ള പരിചയം, ഒരു സ്റ്റേജ് സെൻസ് ഇതില്ലെങ്കിൽ എന്താണ് നാടകത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ്. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താനാണ് സാർ ഇത്തരം കഥകൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകൾ, മറ്റേ കമണ്ടലു ഉരുണ്ടു പോകുന്നതും ഓഡിയൻസിൻ്റെ ഇടയിൽ വീഴുന്നതും, അങ്ങനെ ഒരുപാട് കഥകൾ. അത് മിക്കവാറും അല്ല ഈ കുമാരപിള്ള സാറിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഈ കഥകളാണ്. ഇവരൊക്കെ ഒരു കാലത്ത് മലയാള നാടകവേദിയിലെ പുലികൾ തന്നെയായിരുന്നു. ഇതോടൊപ്പം തന്നെ ശങ്കരപ്പിള്ള സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാടകത്തോടുള്ള ആത്മാർത്ഥതയാണ്. അതിനന്യമായ ഒരു ജീവിതം അദ്ദേഹത്തില്ല. ഞാൻ പറയാം, ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് നാടകാവതരണങ്ങൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്നൊക്കെ ശ്രീ കെ ഡൽഹിയിലാണ്, ശ്രീ കെ NSD പഠിക്കുന്ന കാലമാണ്. ഞങ്ങളിവിടെ ഞങ്ങൾ ഒരേ കാലത്ത് പഠിച്ചിരുന്നവരാണ്. ശ്രീ കെ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലും ഞങ്ങൾ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലും പഠിക്കുക. ഒരേ കാലത്ത്, ഒരേ ബാച്ചാണ്. സത്യത്തിൽ 2 സ്ഥലത്താണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും സാറിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഏത് കാര്യവും സാധിക്കാൻ ഞങ്ങൾക്ക് പുസ്തകം വായിച്ചു തരുന്നു, കടകളിൽ കൊണ്ടുപോകുന്നു, സാധനം മേടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇതെല്ലാം ശ്രീ കെയുടെ ചുമതലയാണ്. നമ്മളവിടെ എത്തിയാൽ മതി, നമ്മളിതൊന്നും അറിയേണ്ട കാര്യമില്ല. ശ്രീ കെ വരും, എന്താ വേണ്ടത്, ജയസൂര്യ വരൂ, നമ്മളെ കൊണ്ടുപോകുന്നു. ഈ ഒരു ബന്ധം, ഇത് നാടകക്കാരന് ഏറെ ഉള്ളൊരു ബന്ധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പോൾ ഡൽഹി ചെന്നു, അവിടെ താമസിക്കുന്ന ശ്രീ കെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ സമയം അത്രയും നമ്മൾ കൂടെയുള്ളത്. ഇതൊരു വലിയ കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് നാടകക്കാരുടെ അവരുടെ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പം അങ്ങനെ അവിടെ നമ്മൾ ചെല്ലുന്നു, അവിടെ ജീവിക്കുന്ന ഈ യാത്രകളിലെല്ലാം ഒരു പ്രാവശ്യം ഒഴികെ ശങ്കരപ്പിള്ള സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റ പ്രാവശ്യം ഒഴികെ എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ കൂട്ടത്തിൽ 3ാം ക്ലാസ് ട്രെയിനിൽ ഞങ്ങളുടെ കൂടെ ഒരു കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നയാളാണ് ശങ്കരപ്പിള്ള സാർ. നമ്മൾ തിരിച്ചറിയും ഈ ശങ്കരപ്പിള്ള സാറിനെയൊക്കെ ഞാനൊക്കെ പഠിക്കാൻ വരുന്ന കാലത്ത് ആദ്യം കണ്ടാൽ നമ്മൾ ഒരല്പം അകന്ന് നിൽക്കും. കാരണം ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ചിത്രത്തിലൂടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. വലിയൊരു ശരീരമാണ്. അവസാന കാലത്തൊക്കെ പോയി. വലിയ വയറും വലിയ ശരീരവും വലിയ ജുബ്ബയും ഒക്കെ ഇട്ട്. സാറിൻ്റെ ജുബ്ബ ഒരുപാട് ഇട്ടിട്ടുള്ള ആളാണ് ഞാൻ. നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് അധികവും ശങ്കരപ്പിള്ള സാറിൻ്റെ ജുബ്ബയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ശരീരവുമുള്ള, എപ്പോഴും അകന്ന് നിന്ന് കാണാൻ ഇഷ്ടപ്പെടുന്ന, പ്രഥമ ദർശനത്തിൽ നമുക്ക് ഒരു ഭയമോ ഒരു അകൽച്ചയോ തോന്നുന്ന ഒരു രൂപവും വ്യക്തി സ്വരൂപവും ശങ്കരപ്പിള്ള സാറിൻ്റെ. യഥാർത്ഥമാണ് ഞാൻ പറയുന്നത്, മനസ്സല്ല കേട്ടോ. കാഴ്ചയിൽ നമ്മളെപ്പോഴും സാറിൻ്റെ ഇച്ചിരി അകന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു പോകും. ഇതാണ് സാറിൻ്റെ. പിന്നെ ശബ്ദം അതൊന്നും ഇവിടെ നടക്കില്ല. ഇതാണ് സാറിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇതാണ് സാറിൻ്റെ ഒരു ശ്രമം. അത് ഏതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യകാലത്ത് നമ്മൾ നാടകങ്ങൾ അവതരിപ്പിക്കും. സാർ ഈ ആളുകളെ ക്ഷണിക്കും, ഗസ്റ്റിനെ ക്ഷണിക്കുന്ന ഗസ്റ്റ് ആരൊക്കെയാണ്? ഒന്ന് പഴയ നമ്മുടെ അസീസ്, സംവിധായകനും നാടകൃത്തുമായിട്ടുള്ള അസീസ്, ഞാവൽപ്പഴങ്ങളെന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് അറിയാൻ എപ്പോഴും സിനിമയാണ് ചാവേർപ്പഴയേക്കാൾ നല്ലത് ഞാവൽപ്പഴങ്ങൾ. പിന്നെ അച്യുതമേനോൻ, പിന്നെ നമ്മുടെ കൃഷ്ണൻ നായർ സാർ, കേരള കോളേജിലുണ്ടായിരുന്നു, അക്കാദമി സെക്രട്ടറി ആയിരുന്നു കൃഷ്ണൻ നായർ സാർ, പി കൃഷ്ണൻ, കുമാരപിള്ള സാർ, ഇവരൊക്കെ ക്ഷണിക്കും. ആകെ ഒരു നാടകാവതരണത്തിന് ഒരു 500-1000 രൂപയാണ് യൂണിവേഴ്സിറ്റി തരുന്നത്, ഫണ്ട് തരുന്നത്. ഇവരെയൊക്കെ സാറ് വിളിക്കും. സാറ് വിളിച്ചിട്ട് പിന്നെ നിരന്തരമായ ബന്ധപ്പെടലാണ്. എന്നിട്ട്
എപ്പോഴാണ് വരുന്നത്, ഞാൻ വണ്ടി അയക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ട് മത്തായി ഏട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് ക്യാൻറ്റീൻ നടത്തുന്നത്. അദ്ദേഹത്തിന് ഒരു കാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാൻറ്റീൻ പുള്ളി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് ഈ കാറ് സാർ എന്തിനും വിളിച്ചോളൂ എന്നുള്ളതാണ്. ആകെ 500-1000 രൂപ കിട്ടിയാൽ ഇത് ഈ കാർ ഓടാറുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധനം മേടിക്കണമെങ്കിൽ സാറ് കയ്യിൽ നിന്ന് പൈസ എടുത്ത് തരാം, നാടകത്തിന് വേണ്ടി എന്തെങ്കിലും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാലൂര് പ്രദേശത്തുള്ള വീടുകൾ മുഴുവൻ തെണ്ടി എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് ചെല്ലും. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ പിശുക്കൻ്റെ റിഹേഴ്സൽ നടക്കും. അപ്പോൾ ഒരു മാറ്റ് വേണം, കയറിൻ്റെ മാറ്റ്. ഞങ്ങൾ അവിടെ താമസിക്കേണ്ട ലാലൂര് ജംഗ്ഷനിലൊരു വീട്ടിൽ വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ 4 പേരും, ഞാൻ, ബാലേന്ദ്രൻ, ഷാപ്രസാദ്, മോഹൻ, ഞങ്ങൾ 4 പേരും കൂടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ്. അതിൻ്റെ എതിര് വീട്ടിൽ ഒരു കാർപ്പറ്റ് ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പം. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നു, അവരത് തരുന്നു. ഒരു നനയ്ക്കരുത് കേട്ടാന്ന് പറഞ്ഞു, നനയ്ക്കരുത്, ഇതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണുജി സാറിൻ്റെ കല്യാണം എറണാകുളത്ത് ഹാളിൽ കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. റിഹേഴ്സൽ വെച്ചിരിക്കുകയാണ് 2 മണിക്ക്. ശങ്കർപിള്ള സാറ് കല്യാണത്തിനുണ്ടായിരുന്നു. സാറ് നേരെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ സ്കൂൾ പ്രോഗ്രാമിലേക്കാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ ഊണ് കഴിച്ചുകൊണ്ട് അവരവിടെ നിന്ന് വന്നു കഴിഞ്ഞ് കാർപ്പറ്റ് എടുത്ത് തന്നു. ഇതും കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ മഴ പെയ്യും, ചെറുതായിട്ട് മഴ പെയ്യുന്നു. കാർപ്പറ്റ് നനയ്ക്കരുതെന്ന് പറഞ്ഞാൽ ഇവർ തന്നിരിക്കുന്നത്. ഞങ്ങൾ കാർപ്പറ്റുമായിട്ട് ഓടി. അന്ന് ഈ ലാലൂർ അമ്പലത്തിൻ്റെ വാതിക്കൽ ഒരു പഴയ കെട്ടിടം നിൽപ്പുണ്ട്. ചെറിയ ഒരു മുറി എന്തോ ഉള്ളതാണ്, എന്താണ് സംഭവം എന്നറിയില്ല. ഈ കെട്ടിടം ഏറെക്കുറെ പൊളിഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ തിണ്ണേ കയറി നിന്നിട്ട് മഴ തുള്ളിയെടുത്തപ്പോഴാണ് ഞങ്ങൾ, കാരണം ഇത് 2-3 ഒരു വലിയ സാധനം, 2-3 പേരിങ്ങനെ തോളയിൽ വെച്ച് ചുമന്നുകൊണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ ഗേറ്റ് ചെല്ലുമ്പോഴേ ഞങ്ങൾ കാണുന്നുണ്ട് സാറ് വന്നതിൻ്റെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 മണി കഴിഞ്ഞു. ഇപ്പോഴേ കാര്യം മനസ്സിലാക്കിയ പ്രശ്നമാണ്. ഞങ്ങളെ കണ്ടോണ്ട് സാറ് നേരെ അകത്തേക്ക് നിൽക്കുകയാണ്. ഞങ്ങളവിടെ ചെന്ന് കൊണ്ടുപോയി. എന്നാലും ഈ സാധനം ഉണ്ടല്ലോ, ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കയറ്റുമായിരിക്കുന്നുണ്ട്. ഇതുമായിട്ട് അവിടെ ചെന്ന് ഈ സാധനം അവിടെ വെച്ചോടെ തന്നെ സാറ് പുറത്തേക്ക് ഇത് ഇപ്പം തീരുമാനിക്കണം, ഇത് വേണോ വേണ്ടി ഇപ്പം തീരുമാനിക്കണം. സാറങ്ങ് തുടങ്ങില്ലേ. ഈ സാർ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമാണ്, നമുക്കറിയാമല്ലോ. പിന്നെ ഇതിന് ഈ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഈ ലോകത്തേ ഇല്ലാത്ത ആളെ പോലെ ഇരിക്കും രാമാൻ സാറിൻ്റെ പ്രത്യേകത. ഇതൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല, പുള്ളി അന്യനാണ്, നമ്മളെ ആരെ അറിയില്ല, ശങ്കരപിള്ള സാറിനെ അറിയില്ല. പിന്നെ ഇതിനൊക്കെ നമുക്കൊരു ഒരു കോംപ്രമൈസോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആൾ വേണുകുട്ട സാറുണ്ടെങ്കിൽ അവരാരും ശങ്കരപിള്ള എന്തായി പറയുന്നത്, പിള്ളേർ അത് മേടിച്ചുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ ഉള്ളൊരു ഒരു മനോഭാവം, ഇതിനെ ഒന്ന് തണുപ്പിക്കാനുള്ളൊരു മനോഭാവം വേണുകുട്ട സാറുണ്ട്. അങ്ങനെ നമ്മളിത് പറഞ്ഞ് പിന്നെ എന്നിട്ട് തീരുമാനിക്കണം, എന്നിട്ട് വേണ്ട നാടകം വേണ്ട, ഇതാണ് സാറിൻ്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പറഞ്ഞ് ഒരു ശാന്തതയിലൊക്കെ ആക്കി നാടകം റിഹേഴ്സൽ മുമ്പോട്ട് പോകുന്നു. ഇതാണ് അവിടുത്തെ ഒരു രീതി. പിന്നെ മറ്റേതെന്ന് പറയുന്നത് ഈ റിഹേഴ്സൽ നടക്കുമ്പോൾ പൂർണ്ണ സമയം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ 2:30-3 മണിയൊക്കെ ആവും റിഹേഴ്സൽ തീരുമ്പോൾ. രാത്രി ഒരു പാട്ട വണ്ടി ഉണ്ടെന്ന് സ്കൂൾ ഒരു ടെമ്പോ, ഇതിൽ നമ്മളെയും കയറ്റി സാറ് കൊണ്ടുപോയി ഇവിടെ ഈ ഒളരി ഒരു കടയിൽ അവിടെ ചെന്ന് നമുക്ക് തിന്നാനൊക്കെ മേടിച്ചു തന്നു. സന്ധ്യയുണ്ട്, ഗീതയുണ്ട്. ഇവര് ഓട്ടോയിൽ കൊണ്ടുപോയി ആക്കണം. ക്ഷേമാവതി ടീച്ചറിൻ്റെ അവിടെയാണ് സന്ധ്യ താമസിക്കുന്നത്. ഗീത പാടിക്കുക. അത് എനിക്കും ബാലേന്ദ്രനുമാണ് ചുമതല. ഇവരെയും കൊണ്ടുപോയി അവിടെ ആക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് വന്ന് വേണം നമുക്ക് ഇറങ്ങാം. ഓട്ടോ ഒക്കെ വിളിച്ച് നമ്മൾ പോക്കണം. അപ്പം നമ്മുടെ കൂടെ വന്നിരുന്ന് ചായ കുടിക്കുകയല്ല, ചായ മേടിച്ച് തന്ന് തിന്നാനും മേടിച്ച് തന്ന് നമ്മളെ വിട്ട്, ഇവരെ ഓട്ടോയിൽ വിളിച്ച് നമ്മളെ വിട്ട് വണ്ടി നേരെ സ്കൂളിലേക്ക് പോകും. വരുന്ന വഴി സാറിവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് താമസം. ഇതാണ് സാറിൻ്റെ ഒരു രീതി. ഇപ്പം ഈ ഒരിക്കലും
ഇത് കണ്ട് വളർന്ന നമുക്ക് ഇത് വിട്ടൊന്നും ചെയ്യാൻ തോന്നില്ല. ഈ നാടകത്തോടൊക്കെ ഒരു നാടക പ്രവർത്തകൻ ഉണ്ടായിരിക്കേണ്ടുന്ന ബന്ധവും ആത്മാർത്ഥതയും എന്നൊക്കെ പറഞ്ഞത് നമുക്ക് തന്നത് ശങ്കരപ്പിള്ള സാറിൻ്റെ ജീവിതത്തിലൂടെ നമ്മളിലേക്ക് പകർന്നു തന്നതാണ്. അല്ല, ഇതൊന്നും നമ്മളോട് പറഞ്ഞു തന്നതല്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭമുണ്ട് സാറിനെ സംബന്ധിച്ച്. ഞാനത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ പിശുക്കൻ എന്ന് പറയുന്ന നാടകത്തിൽ പിശുക്കൻ്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. പിശുക്കൻ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. മോളിയറുടെ ഫ്രഞ്ച് നാടകം മൈസർ എന്ന് പറയുന്നതിൻ്റെ മലയാളത്തിലൊരു അഡാപ്റ്റേഷൻ ഉണ്ട്. മൈസറുടെ മലയാളത്തിലെ അഡാപ്റ്റേഷൻ CJ തോമസിൻ്റെയാണ്, പിശുക്കൻ്റെ കല്യാണം. ആ രണ്ട് കൃതിയെയും വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതാണ് ഈ പിശുക്കൻ എന്നുള്ള പേരിൽ നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഏറെക്കുറെ 2ാമത്തെ നാടകമായിരുന്നു ഇത്. അതിൽ പിശുക്കനായിട്ട് ഞാനാണ് അഭിനയിക്കുക. ഏറെക്കുറെ 2.5 മണിക്കൂറും സ്റ്റേജിലുള്ള 2.5 മണിക്കൂറാണ് നാടകത്തിൻ്റെ ദൈർഘ്യം. സ്റ്റേജിലുള്ള ഒരു കഥാപാത്രമാണ് പിശുക്കൻ. ഇയാൾ കൂടെ പുറത്തുനിന്നൊരു പട്ടികുര കേൾക്കും. അപ്പോഴാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം ഈ തോട്ടത്തിൽ ഇയാളുടെ ഒരു പെട്ടി, പണപ്പെട്ടി കുഴിച്ചിട്ടിട്ടുണ്ട്. ആരെയും വിശ്വാസമില്ല പുള്ളിക്ക്. അപ്പോൾ ഈ പട്ടികുര കേൾക്കുമ്പോൾ പുള്ളി പേടിച്ചിട്ട് കള്ളം വന്നതാണോ എന്ന് പേടിച്ചിട്ട് ഇതൊന്ന് നോക്കാൻ പോവുകയും നോക്കി അല്ല എന്ന് സമാധാനിച്ച് തിരിച്ചു വരികയും ചെയ്യുന്നയാളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വേറെയുള്ള കഥാപാത്രങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ബാക്കി എല്ലാ സമയത്തും ഇതുണ്ടാവും. അപ്പം ഞാൻ സാറിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിൽ നിന്നാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ വന്നത്. ഞാൻ പ്രൊഫഷണൽ നാടകത്തിലെ നടനായിരുന്നു. ഇവിടെ വരുന്ന കാലത്ത് ഞാൻ കായംകുളത്ത് അഭിനയശാല എന്ന് പറയുന്ന ഒരു സമിതിയിലെ നടനായിരുന്നു. ആദ്യത്തെ 1 വർഷത്തെ നാടകം കഴിഞ്ഞു. 2ാമത്തെ നാടകം, ആദ്യത്തെ നാടകം തിരുവത്താഴമായിരുന്നു. 2ാമത്തെ നാടകം സുപ്രഭാതം എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുമ്പോഴാണ് 1978 സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ ബാച്ചിനെ വിളിക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്നു, ഇൻ്റർവ്യൂവിന് വരുന്നു, അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിർത്തി പോരുക. അപ്പോൾ അതിനു മുമ്പും പ്രൊഫഷണൽ നാടകത്തിലായിരുന്നു. ഞാൻ ഒരു സിദ്ധി സ്റ്റേജ് ഉണ്ടായിരുന്നു, വൈക്കത്തൊരു മാളവിക തിയേറ്റർ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ നടനായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോഴാണ് ഈ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന്, അതുപോലെ തന്നെ തിരുവത്താഴത്തിൽ 1 വർഷം കഴിഞ്ഞിട്ട് 2ാമത്തെ വർഷം റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാനിവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വന്ന് ചേരുന്നത്. അപ്പോൾ ഈ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ആരും പ്രൊഫഷണൽ നാടകക്കാരില്ലല്ലോ, ആരും തള്ളരുത്. ഈ പ്രൊഫഷണൽ നാടകക്കാർക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് സോഡ കുടിക്കണം, ഇടയ്ക്ക് സിഗരറ്റ് വലിക്കണം, ഇടയ്ക്ക് ചായ കുടിക്കണം, ഇങ്ങനെയുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ചിട്ടവട്ടങ്ങളിൽപ്പെട്ട് ശീലിച്ചു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, അത് ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചായ കുടിക്കുന്ന ഒരു ശീലം, ഇടയ്ക്ക് ഓഫ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു ചായ കുടിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് ചായ കുടിച്ചിട്ട് തിരിച്ചു കയറുന്ന ഒരു ശീലമാണ്. അപ്പോൾ ഇത് റിഹേഴ്സൽ സ്ഥലത്തും ഒക്കെ സാറും മനസ്സിലാക്കിയിട്ടുണ്ട്, രാമാൻ സാറും ശങ്കരപിള്ള സാറും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് ചായ തരാൻ വേണ്ടി ശിവകരൻ മരിച്ചുപോയി പാവം, ഞാൻ ഈ തോട്ടത്തിലേക്ക് പണപ്പെട്ടി നോക്കാൻ വരുമ്പോൾ എനിക്കൊരു ചായ തരും. അതിന് ശിവകരനെയാണ് ചുമതലപ്പെടുത്തിയത്. പിന്നെ ഈ പട്ടി കുറയ്ക്കുന്നതും ശിവാനന്ദൻ. പിന്നെ ഓരോന്നിനും കൃത്യമായ ചിട്ട ഉള്ള ഒരു രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചായക്ക് വേണ്ടി ഞാൻ ഇവിടെ വരുന്നു, തോട്ടത്തിൽ വരുന്നു, ചായ 2 സിപ്പ് എടുത്ത് തിരിച്ചു കയറുന്നതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ പട്ടികുര കേൾക്കുന്നു. ഇവിടെ വരുമ്പോൾ ശിവാനന്ദൻ ഇറങ്ങി താഴ്ത്തു. നമുക്കറിയാമല്ലോ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അന്ന് മോളിലെ ഭാഗം മാത്രമേ നമുക്കുള്ളൂ, താഴെ എക്കണോമിക്സാണ്. അപ്പോൾ ഈ മോളിലെ ആ ഒരു നടുക്കുള്ള ഹാളിലാണ് ഈ നാടകം നടക്കുന്നത്. ഒരു എരീന സ്റ്റേജാണ്, ചുറ്റിനും ആളിരുന്നിട്ട് നാടകം കാണുന്ന ഒരവസ്ഥ. ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, ശിവകരൻ താഴെ പുറത്തു പോയിരിക്കുന്നു. ശിവകരനെ കാണുന്നില്ല. ഞാൻ വിളിക്കുന്നു, ശിവകര ശിവകര എന്ന് വിളിക്കുന്നുണ്ട്. ശിവകരൻ താഴത്ത് നട്ടപ്പെട്ടപ്പെട്ടപ്പേന്ന് ഈ കോവിടി ഓടി വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഇപ്പം അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആരംഭകാലത്ത്, ഈ സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ തുടങ്ങിയ കാലത്ത് ഏറ്റവും ടെൻസ്ഡായിട്ടുള്ള ആൾ ശങ്കരപിള്ള സാറാണ്.
കാരണം നമുക്കറിയാം ആ ടെൻഷൻ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നു, അംഗീകരിച്ച് കൊടുക്കാറില്ലെങ്കിൽ. കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, സ്വാഭാവികമായും നാടകം പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നാടകവേദിയിൽ പ്രവർത്തിക്കുന്ന അന്ന് വരെ നാടകത്തിൽ നിൽക്കുന്നവരൊക്കെ ശത്രുക്കളായി മാറും. നാടകം എന്ത് പഠിക്കാനിരിക്കുന്നു? 30 വർഷമായി 35 വർഷമായി ഞാൻ നാടകം കളിക്കുന്നു, നാടകത്തിൽ ജനിച്ചു, നാടകത്തിൽ ജീവിച്ചു, നാടകം കൊണ്ട് ജീവിക്കുന്നു, എന്നിട്ട് അത് പഠിക്കാനുള്ളത് എന്ത് പഠിക്കാനിരിക്കുന്നു എന്ന് ചോദിക്കുന്ന, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന മഹത്തായ നാടക പ്രവർത്തകരുടെ നാടാണ് നമ്മുടെ കേരളം എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. പ്രഗത്ഭരായ പലരും, ഞാനിത് പറയണത് APP നമ്പൂതിരി അടക്കം എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പഠിക്കാനിരിക്കുന്നു നാടകം? അതൊക്കെ ഒരു വാസനയല്ലേ, അതെന്നെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം നേടിയെടുക്കുക, ഇതൊക്കെ സാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തിയാണ് സാർ. അകത്ത് നാടകം കാണാതിരുന്ന കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി ഈ വരാന്തയിൽ ഇങ്ങനെ ഉലാത്തുകയാണ്. നമ്മൾ ഈ നാടകമൊക്കെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ നോക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ അറിയാതെ നോക്കി പോകും. സാറിൻ്റെ ഈ ഒരു ടെൻഷനോട് കൂടിയുള്ള ഈ ഒരു നടപ്പ്, അത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാറിൻ്റെ ഒരു രൂപവും ശരീരവും ഒക്കെ വെച്ചിട്ട് ഈ നടപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായി നമ്മൾ ഹർട്ട് ചെയ്യുന്ന ഒരു സാധനം. ഇങ്ങനെ സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ശിവകര വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോർണറിൽ ഈ മത്തായി ഏട്ടന് താഴെ ക്യാൻറ്റീനുള്ളതുണ്ട്. അദ്ദേഹം ഈ വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ ചായയും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴത്തുനിന്ന് ശിവകരൻ ഓടി വരുന്ന ശബ്ദം കേൾക്കുന്നു, ഇപ്പുറത്തൊന്നും കാലടി ശബ്ദം കേൾക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഒരു ഗ്ലാസ് ചായയുമായി ശങ്കരപ്പിള്ള സാറെല്ലാം, ഇപ്പുറത്ത് താഴത്തുനിന്ന് ഓടി വന്ന ശിവകരൻ ഒരു ഗ്ലാസ് ചായയുമായി എൻ്റെ പുറകിൽ. ഭയങ്കരമായ ഒരു സിറ്റുവേഷൻ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഏത് ചായ ഞാൻ വാങ്ങിക്കണം. ശിവകരൻ ഒരു ചുമതലപ്പെട്ട ആളാണ്. ശിവകരൻ ഒരു ചായയായിട്ട് എൻ്റെ ഈ സൈഡിൽ നിൽക്കുന്നു. ശങ്കരപ്പിള്ള സാർ അവിടെ നിന്ന് ഒരു ചായ എടുത്തിട്ട് ഓടി വരുന്നു ഈ ശരീരവും വെച്ചിട്ട്. സാറേ നമ്മുടെ ഓഫീസിൻ്റെ ലൈബ്രറിയുടെ ഇപ്പുറത്തുള്ള വാതിലിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഹാളിലേക്ക് കിടക്കുന്ന കോറിഡോറിൻ്റെ വാതിൽ കൊണ്ടുവന്നിട്ട് എനിക്കിങ്ങനെ നിൽക്കുക. മോളിൽ നിന്നിട്ട് ഞാൻ താഴെയാണ്. സത്യത്തിൽ എനിക്ക് ഏത് മേടിക്കണം എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരെ കുനിഞ്ഞു, സാറിൻ്റെ കാലിൽ തൊട്ടു, നേരെ സ്വീകരിക്കുന്നു. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം, എന്നെ ഏറ്റവും കൂടുതൽ മഥിച്ചിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം ശങ്കരപ്പിള്ള സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇത്രയും വലിയ ഒരു വ്യക്തിത്വം. ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്, VC ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുന്നിടത്തേക്ക് ശങ്കരപ്പിള്ള സാർ കയറി ചെന്നാൽ ഏത് മഹാനായ VCയും എഴുന്നേറ്റ് പോകും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അത്ര ഒരു ഫിഗറും ഒരു ആജ്ഞാശക്തിയും ഉള്ള ആളാണ്. ഞാൻ അനുഭവത്തിൽ നിന്ന് അറിഞ്ഞ കാര്യം, ഏത് മുറിയിലേക്ക് ഏത് VCയുടെ മുമ്പിൽ കടന്നു ചെന്നാലും ഒറ്റയ്ക്കായിരിക്കണം. അല്ലെങ്കിൽ ഒരാളെ ഇരിക്കുമ്പോൾ അവർക്കത് മോശമല്ല. ഏത് VCയും കസേരയിൽ നിന്ന് പൊങ്ങിപ്പോകും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രൂപവും പ്രൗഢിയും ഒക്കെ ആയി. ഇത് എന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്ര വലിയ ശങ്കരപ്പിള്ള സാറ് അരങ്ങിൽ നിൽക്കുന്ന ഒരു നടനെ, ഒരു കഥാപാത്രമായി നിൽക്കുന്ന നടനെ കാണുന്നത് തന്നെക്കാളൊക്കെ അതീതനായ, ദൈവത്തിനെക്കാളൊക്കെ അതീതനായ ഒന്നായി കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നാടകം എന്ന് സാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്താണ് നാടകം എന്ന്, നാടകത്തോട് എങ്ങനെ സമീപിക്കണമെന്ന് സാറ് നമ്മളെ മനസ്സിലാക്കി തന്നിരിക്കുന്നു എന്നതാണ് ഞാൻ അവിടെ പഠിച്ചത്. ഇതൊക്കെ വലിയ പാഠങ്ങളാണ് ജീവിതത്തിൽ. ഇതൊന്നും ക്ലാസ്സിൽ പറഞ്ഞു തരാതെ, സാറിൻ്റെ ഒരു രീതി അറിയാമല്ലോ, ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ ഒരു ഏറ്റവും വലിയ ജസ്റ്ററാണ് ഇങ്ങനെ ഒരു ജസ്റ്റർ. ഇതൊന്നും ഇങ്ങനെ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരാതെ ജീവിതം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു സാറെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതെന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ പാഠമായി. ഇതൊക്കെ ഒരു വശം സാറിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാറ് വ്യക്തിപരമായി സാർ അറിഞ്ഞുകൊണ്ടിട്ട് അല്ലെങ്കിലും
എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സാറിനോട് ഞാൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ വിട്ടും പോയിട്ടുണ്ട് കളക്ട് ചെയ്ത്. അപ്പം അങ്ങനെ സാറിൻ്റെ സിറ്റുവേഷനാണ്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നാടകം അരങ്ങിൽ നിൽക്കുന്ന കഥാപാത്രമാകുന്ന നടൻ, നാടക പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നത് ശങ്കരപ്പിള്ള സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ഇതൊക്കെ ഈ അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ആസ്വാദകനെ ചെറുതാക്കി കാണാൻ. നമുക്ക് ഒപ്പം നിൽക്കുന്നയാൾ, കലാകാരൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നയാൾ. ഏതൊരു കലാകാരനും അവൻ അനുഭവിച്ച അനുഭൂതിയെ, ആ സാഹചര്യങ്ങളെ പുനർസൃഷ്ടിച്ച് മറ്റാസ്വാദകരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ ആസ്വാദനം കൊണ്ട് നിൽക്കുന്നു, അവനത് പുനർസൃഷ്ടിക്കാനോ എന്താണെന്ന് പറയാനോ കഴിയുന്നില്ല എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഘട്ടത്തിലും ഏതൊരു കലാകാരനും സമാനനാണ് ആസ്വാദകൻ എന്നാണ് സാറ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും ആസ്വാദകനെ കുറച്ച് കാണരുത്, ആസ്വാദകനെ തള്ളിക്കാണരുത്. കലാകാരൻ്റെ ഒപ്പം നിൽക്കുന്നവനാണ്. പക്ഷെ കലാകാരനത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയും, വീണ്ടും അതിനെ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കാൻ കഴിയും. ആസ്വാദകനത് കഴിയില്ല. അവൻ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിൽ സാഹചര്യങ്ങളെ സംയോജിപ്പിക്കുന്നുണ്ട്, സംവേദിക്കുന്നുണ്ട്, അവൻ സ്വയം ആസ്വദിക്കുന്നുണ്ട്, മറ്റുള്ളവരിലേക്ക് കൊടുത്ത് ആസ്വദിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ ആസ്വാദകനും കലാകാരനും തമ്മിൽ. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആസ്വാദകനെ നിങ്ങൾ കുറച്ച് കാണരുത്. നമുക്ക് സമശീർഷനാണ് അവരെ ഒപ്പം കാണണം എന്ന് സാർ എപ്പോഴും പറയുമായിരുന്നു. ഇതൊരു വലിയ പാഠം തന്നെ. ഞാൻ ഈ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാർ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന പാഠങ്ങളാണ്, മറ്റേതൊന്നും സാർ പറഞ്ഞു തന്ന പാഠങ്ങളല്ല, അനുഭവത്തിലൂടെ നമ്മൾ അറിയുന്നതാണ്. എനിക്ക് സത്യത്തിലൊരു കഥാപാത്രത്തെ എനിക്കെന്ന് തന്നെയല്ല, ഏറെക്കുറെ എല്ലാ അഭിനേതാക്കൾക്ക് ഉണ്ടാവുന്നതാണ്. ഒരു കഥാപാത്രത്തെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഇത് വിജയിക്കുമോ, വിജയിക്കുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ആധി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. നമ്മളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒന്നാണ്, ഇത് ശരിയാവുന്നുണ്ടോ, വിജയിക്കുന്നുണ്ടോ എന്ന്. നമ്മൾ റിഹേഴ്സൽ സമയമാകുമ്പോൾ ചിലപ്പോഴും നമ്മൾ ഈ സംവിധായകനെ ഇങ്ങനെ നോക്കിപ്പോകും. നോക്കാൻ പാടില്ല, കാരണം നമ്മുടെ അരങ്ങിൽ നിൽക്കുന്ന സംവിധായകനൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. നമ്മൾ കിട്ടിയ കഥാപാത്രത്തെ ആവിഷ്കരിക്കുക. നോക്കാൻ പാടില്ലെങ്കിൽ അടിയായ ചിലപ്പോൾ നോക്കിപ്പോകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സംതൃപ്തി തന്നിട്ടുള്ളത്, നമ്മളൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പൊതുവെ ഇപ്പോൾ ഞാൻ നോക്കാറില്ലായിരുന്നു. ആദ്യം തുടക്കത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ വിമർശിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ നോട്ടമൊക്കെ നിർത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡിസ്കഷൻ ഉണ്ട്. നാടകമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്നിട്ടൊരു ഡിസ്കഷനും അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, നാടകം തീർന്നു കഴിയുമ്പോൾ സാറിനെ നോക്കുമ്പോൾ സാറിൻ്റെ മുഖത്ത് വിരിയുന്ന, മനസ്സിൽ വിരിയുന്ന ഒരു പുഞ്ചിരിയോ, ഒരു പുഞ്ചിരി എന്നല്ല അതിന് പറയാം, സാറിൻ്റെ ഉള്ള മുഖത്തുണ്ട്. അത് കണ്ടാൽ മതി, ലോകം കീഴടക്കിയാണ്. നമുക്ക് കഥാപാത്രം ചെയ്തതിലൊന്നും അല്ല ആനന്ദം. നമ്മളിതൊക്കെ പറയുമല്ലോ, ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതല്ല സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ നാടകം ചെയ്തു, അത് വിജയിച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്, ഭാവമുണ്ട്. അതാണ് ആനന്ദം. ഇത്ര വലിയ ആനന്ദം മറ്റൊരാളിൽ നിന്നും അനുഭവിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. സാറിൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം. ചില കഥാപാത്രങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പലരിലും നമുക്കുണ്ട്. ഇപ്പോൾ കൃഷ്ണപിള്ള സാറിൻ്റെ തന്നെ ഗുരുവാണ് എൻ കൃഷ്ണപിള്ള, നമുക്കറിയാമല്ലോ. ഞങ്ങൾ ഈ പിശുകൻ നാടകം അവതരിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ വൈവ നടക്കുകയാണ്. അതിന് വന്നിരിക്കുന്ന കൃഷ്ണപിള്ള സാർ. അപ്പോൾ ഈ കൃഷ്ണപിള്ള സാർ വരുന്നതുകൊണ്ട് ഒരു ദിവസത്തെ ഗസ്റ്റ് കൃഷ്ണപിള്ള സാർ, അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ അന്നത്തെ നമ്മുടെ ഒരു രീതിയിലുണ്ടല്ലോ, ഈ പക്വതയും ഒന്ന് നമ്മൾ ഈ പ്രൊഫഷണൽ നാടകത്തിൽ നിന്നൊക്കെ വരുന്നതിൻ്റെ ഒരു ഇതുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നമുണ്ട്.
ഒന്ന് നമ്മൾ ഈ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്തൊട്ട് എത്തിയില്ല എന്ന് പറയുന്ന അമ്മാത്തുനിന്ന് ഇറങ്ങുകയും ചെയ്ത് ഇല്ലത്തൊട്ട് എത്തിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു, ഈ അമച്വർ നാടകത്തിൽ എത്താൻ കഴിഞ്ഞില്ല. ആകെ ഒരു കോംപ്ലിക്കേഷനായിട്ട് എന്താണ് ചെയ്യുക. ഞാൻ സ്കോളർ ഡ്രാമയിൽ പഠിത്തം നിർത്തുന്നതിനെ പറ്റി വരെ ആലോചിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം പ്രൊഫഷണൽ നാടകത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ രണ്ടും വളരെ വ്യത്യസ്തമായ സമീപനങ്ങളാണ്. അതിൽ ആദ്യത്തെ നാടകം, സ്കോളർ ഡ്രാമയുടെ ആദ്യത്തെ നാടകം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, തെണ്ടി അഥവാ ചത്തനായി. ബഗർ ഓർ ദി ഡെഡ് ഡോഗ് എന്ന് പറയുന്ന ഒരു എപ്പിക് നാടകമുണ്ട്, ബർട്ടോൾഡ് ബ്രെത്തിൻ്റെ, നിങ്ങൾക്കറിയാമോ. അത് ശങ്കരപിള്ള സാർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ നാടകം, സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ ആദ്യ നാടകം, തെണ്ടി അഥവാ ചത്തനായ. അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആരംഭകാലത്ത് ഒരു നാടകത്തിന് 3 കളിയാണ് തുടക്കം. 2 കാസ്റ്റാണ്, ഡബിൾ കാസ്റ്റാണ്. അതിൽ ഒരെണ്ണത്തിൽ രാജാവ് ഞാനും തെണ്ടി ശ്യാമപ്രസാദ്, മറ്റൊന്നിൽ രാജാവ് വിന്ധ്യനും തെണ്ടി ബാലേന്ദ്രനും. സങ്കടത്തോടുകൂടി തന്നെ പറയട്ടെ, ഈ 2 പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നു. വിന്ധ്യനും ബാലേന്ദ്രനും നമ്മെ വിട്ടുപിരിച്ചു എന്നുള്ളത് ഏറെ ഖേദകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇത് അവർ 2 പേരും ഒരു റിഹേഴ്സൽ, ഞാനും ശ്യാമപ്രസാദും കൂടെ ഒരു റിഹേഴ്സൽ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എപ്പിക് നാടകം ഇതെല്ലാം കൂടെ വന്നിട്ട് എനിക്ക് ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നേയില്ല. അപ്പോൾ ഏറെക്കുറെ ഈ അഭിനയം എന്ന് പറയുന്നത് എനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞിരുന്നു ഈ നാടക അവതരണത്തിൽ. ആദ്യം ബാലേന്ദ്രനും ബിന്ദുനും കൂടെ അവതരിപ്പിച്ചു. 2ാമത്തെ ദിവസം ഞാനും ശ്യാമപ്രസാദും കൂടെ അവതരിപ്പിച്ചു. അതോടുകൂടി ആ അവതരണം അവസാനിച്ചു. പിന്നെ അതിൻ്റെ 3-4 അവതരണങ്ങൾ നടന്നതെല്ലാം ബിന്ദുനും ബാലേന്ദ്രനും കൂടെയാണ് അവതരിപ്പിച്ചത്. കാരണം അങ്ങനെ ആകെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു പഠിത്തം നടത്തുന്നതിനെ പറ്റിയുള്ള ഒരു ആലോചന. കാരണം എനിക്ക് പറ്റില്ല, ഇത് നമുക്ക് പ്രൊഫഷണൽ നാടകമൊക്കെ പറ്റുള്ളൂ നമുക്കൊരു ചിന്ത. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ തിരിച്ചത് രാമാൻ സാറും ശങ്കർപിള്ള സാറും കൂടെയാണ്. ശങ്കർപിള്ള സാറ് ഒരുപാട് നമ്മളെ പ്രൊമോട്ട് ചെയ്തു. രാമാൻ സാറാണ് പറഞ്ഞത് എല്ലാ ജയസൂര്യയിലൂടെ നടനുണ്ട്, അതിനെ ഞാൻ പുറത്ത് കൊണ്ടുവരും, ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് രാമാൻ സാറ് നമ്മളെ പ്രൊമോട്ട് ചെയ്തു. അത് സാധിക്കുകയും ചെയ്തു. അടുത്തത് പിശുക്കനാണ്. പിശുക്കനിൽ നമ്മുടെ ക്ലാസ് പെർഫോമൻസ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ 3 ടേബിളാണ് കാഴ്ചക്കാർ ചവിട്ടി കൊടുത്തത്. ജനലിൽ നിന്ന് കാണാൻ വേണ്ടി ഇതിൻ്റെ പുറത്ത് ചവിട്ടി കയറിയത്. 3 ദിവസം സ്കൂൾ ഓഫ് ഡ്രാമയുടെ അവതരിപ്പിച്ചിട്ട് തൃപ്തിയാവാതെ നാട്ടുകാരുടെ പരാതി സഹിക്കാതെ അക്കാഡമി, സുങ്ങയുടെ അക്കാഡമിയിൽ നമ്മൾ ഈ നാടകം അവതരിപ്പിച്ചു രാജൂരുകാർക്ക്. അപ്പം അങ്ങനെ സാർ നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു എന്നുള്ളത് വലിയ കാര്യം. അപ്പം ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു നടൻ അനുഭവിക്കുന്ന ഒരവസ്ഥ, അവിടെയൊക്കെ നമുക്ക് കൃത്യമായ മാർഗദർശനം തരാൻ കഴിയുന്ന ഇത്തരം ഗുരുനാഥന്മാരില്ലെങ്കിൽ മൊത്തം നമ്മൾ അപ്സെറ്റായി തകർന്നു പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവരില്ലെങ്കിൽ ഇപ്പോൾ രാമാൻ സാറോ ശങ്കർപിള്ള സാറോ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിത്തം അവസാനിപ്പിച്ച് പോയാൽ. കാരണം ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് വന്നയാളാണ്. എനിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ നിന്ന് സീനിയേഴ്സായിട്ടുള്ള ആളുകൾ ഈ സംഭാഷണം പറയേണ്ട രീതി നമുക്ക് പറഞ്ഞത് ഇങ്ങനെ പറയും, അതല്ല ഇങ്ങനെ പറയും. ഇത് മാത്രമേ സംവിധാനം, അല്ല വേറെ വലിയ സംവിധാനമൊന്നും അന്ന് പ്രൊഫഷണൽ നാടകത്തിലൊന്നുമില്ല. മൂവ്മെന്റ് പോലും ഇല്ല. എന്നുവെച്ചാൽ പ്രൊഫഷണൽ, ഞാൻ പറയുന്നതുകൊണ്ടാരും തെറ്റിദ്ധരിക്കരുത്, ഈ പ്രൊഫഷണൽ നാടകത്തിൽ കോമഡിയാണല്ലോ. ഇപ്പോൾ ഈ കഥാപാത്രങ്ങളെ വരെ കൊല്ലുന്ന ഒരു സാധനമാണ് ഈ പ്രൊഫഷണൽ. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തുള്ള ഈ കോമഡി. അവസാനം നമ്മളോട് ഈ സംവിധായകൻ പറയുന്ന ഒരു വാചകം, ഇത് ചെയ്താൽ ആളുകൾ ചിരിക്കും, ചിരിച്ചില്ലെങ്കിൽ നീ മുണ്ടഴിച്ചിട്ട് ചിരിപ്പിച്ചോളാനാണ് സംവിധായകൻ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണ്. പ്രൊഫഷണൽ ആളുകളെ എങ്ങനെയും ചിരിപ്പിച്ചോളുക എന്ന് മാത്രം. അത് അതിനൊരു നാടകവുമായിട്ടോ ഇതിവൃത്തവുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവും വേണ്ട. ചിരിപ്പിക്കുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കോമഡിയനോട് പറയുന്നത് ഇതാണ് നമ്മുടെ നാടക വേദിയിലെ അനുഭവം. അതിൽ ഇത്തരം ഗുരുനാഥന്മാരാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദിശാബോധം തരുന്നത്, നമ്മളെ നാടകവേദിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്.
ഇത്തരം ആളുകളില്ലെങ്കിൽ നമ്മൾ പലരും പിന്നോട്ടടിക്കപ്പെടുന്നത് അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ശരിക്കും ശങ്കരപ്പിള്ള സാറും രാമാൻ സാറും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു പ്രൊഫഷണൽ നടനായി കുറച്ച് കാലമൊക്കെ ജീവിക്കും. അത് കഴിഞ്ഞ് പിന്നെ വല്ല പെട്ടിക്കടയും വെച്ച് ജീവിക്കാനായിട്ട് എന്നാലും വരുമാനമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നാടകക്കാരന് മാർഗമില്ല. വല്ല മുറുക്കാൻ പേടിയും വെച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പം ഇത്തരം ഗുരുനാഥന്മാർ എന്ന് പറയണത് എപ്പോഴും നാടകവേദിക്കും നമുക്കും ലോകത്തിനുമൊക്കെ ഒരു അനുഗ്രഹമാണ്. ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം, ഭാഗ്യവശാൽ ഇത്തരം ധാരാളം ഗുരുനാഥന്മാർ, ശങ്കരപ്പിള്ള സാറിനെ പോലെ, രാമാൻ സാറിനെ പോലെ, വേണുകുട്ട സാറിനെ പോലെ, വയല സാറിനെ പോലെ ഒക്കെ ധാരാളം ഗുരുനാഥന്മാർ നമുക്കുണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ട്, ഇന്നും. ഏറെക്കുറെ ഞാൻ അതേ പാത തന്നെ പിന്തുടരാൻ പൊതുവെ ശ്രമിക്കുന്ന ഒരാളാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചിന്തിക്കാറുണ്ട്, അങ്ങനെ വേണം, എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യണം, മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അത് പറയേണ്ടത് രാജയോ സാമ്പത്തികമൊക്കെ ബാലചന്ദ്രൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവരാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും വരാകൾ സമയം ഞാൻ കൂടുതൽ സംസാരിച്ചു എന്ന് എനിക്ക് ഭയമുണ്ട്. ഭയം എൻ്റേതായിരിക്കട്ടെ, ക്ഷമ നിങ്ങളുടേതുമായിരിക്കട്ടെ. ഏതായാലും ഇത്തരം ഒരവസരം കലാകൾച്ചർ സൃഷ്ടിച്ചത് വലുതല ചേച്ചി സാംകുട്ടിയും കൂടെ ഒരുക്കി തന്നത് ഏറെ സന്തോഷത്തോടെ ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളിൽ പലരെയും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കുറേ കാലമായി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനില്ല, വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും കാണാൻ കഴിഞ്ഞത് പഴയകാല സുഹൃത്ത് CK കാണാൻ കഴിഞ്ഞത് അതൊക്കെ അതിനെല്ലാം അവസരമുണ്ടാക്കി തന്ന സ്ഥാപനത്തോട്, ഇതിൻ്റെ പ്രവർത്തകരോട്, എന്നെ അങ്ങനെ അംഗീകരിക്കാൻ അവസരമുണ്ടാക്കി തന്ന വയലാസാറിനോട് ഒക്കെ നന്ദി, സ്നേഹം എല്ലാം അർപ്പിച്ചുകൊണ്ട് അഭിവന്ദ്യനായ എൻ്റെ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് ആ മഹാപ്രതിഭയെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശങ്കരപിള്ള സാറിനെ അദ്ദേഹത്തിൻ്റെ ആദരണീയമായ, സ്നേഹസമ്പന്നമായ, ശാഠ്യപൂർണമായ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തവർക്ക് ആ സാന്നിധ്യം കൃത്യമായിട്ട് അനുഭവിപ്പിച്ചെന്ന ജയസൂര്യ മാഷ്ക്ക് നന്ദി പറയുന്നതിനായി ഡോക്ടർ മഞ്ജു സ്നേഹത്തോടെ. വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ നാടക സ്നേഹികളെ, ഇന്ന് വയലാർ കൾച്ചറൽ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ആദ്യ പരിപാടി ജി ശങ്കരപ്പിള്ള അനുസ്മരണം നടന്നിരിക്കുകയാണ്. ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ വർഷം തുടക്കം മുതൽ വിപുലമായ പരിപാടികൾ തുടക്കം കുറിക്കാനായി ഈ ദിനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇന്നിവിടെ മനോഹരമാണ്. ഇന്ന് പ്രാർത്ഥന ആലപിച്ചുകൊണ്ട് ആ ഒരു സജീവ സാന്നിധ്യം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. സ്വാഗതം ആശംസിച്ചത് ഡോക്ടർ സാംകുട്ടി സാറാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ അറിവ് മാത്രമേ എനിക്കുള്ളൂ. കാരണം നാടകത്തെ സംബന്ധിച്ച് പോലും അത്ര അഗാധമായ അറിവൊന്നും എനിക്കില്ല. ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതും വത്സല ടീച്ചറുടെ സാന്നിധ്യത്തോടുകൂടി കുറച്ച് നാടകത്തെക്കുറിച്ച് പഠിക്കുകയും നാടക ആചാര്യന്മാരെ കുറിച്ച് മനസ്സിലാക്കുകയും മാത്രമാണ് ഞാൻ ചെയ്തത്. അഗ്നി എന്ന നാടകം സംവിധാനം ചെയ്ത സാംകുട്ടി സാറിനെയാണ് എനിക്ക് അത്ര മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ആ നാടകത്തിൻ്റെ ഓരോ രംഗ പരിവേഷങ്ങളും ഞാൻ എൻ്റെ ഗവേഷണ പ്രബന്ധത്തിലേക്ക് ആക്കിയപ്പോൾ വയലാർ സാർ എന്താണോ ആസൂത്രണം ചെയ്തത് അത് മുഴുവൻ ആവിഷ്കരിക്കാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച സാംകുട്ടി സാറിനെ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് ശ്രീ VS ഗിരീശൻ അവர்களാണ്. വയലാർ കൾച്ചറൽ സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്ന് മാത്രമല്ല തൃശ്ശൂരിന്റെ തന്നെ സൗമ്യ സാന്നിധ്യമായി എല്ലാ വേദികളിലും കാണാറുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം.
അദ്ദേഹം ഈ വേദിയിൽ വന്നുകൊണ്ട് നാടകത്തെക്കുറിച്ച് ഏറെ പറയാൻ അറിയാവുന്ന അദ്ദേഹം വളരെ പരിമിതമായ വാക്കുകൾ കൊണ്ട് അത് അവസാനിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തത് അനുസ്മരണം നടത്തിയത് മഹാനായ ജി ശങ്കരപിള്ള സാറിനെ ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയത് ജയസൂര്യ സാറാണ്. ശരിക്കും ശങ്കരപിള്ള സാറിനെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് മേഖലകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. വെറുമൊരു നാടക ആചാര്യൻ എന്ന രീതിയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് സ്വഭാവ സവിശേഷതകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്, കണ്ടുപരിചയിച്ച ചില മുഖങ്ങളെ കുറിച്ച്, ഒരു നാടകം എന്താണോ ആ നാടകത്തിൽ നിന്ന് നമ്മൾ ആർജിക്കേണ്ടത് എന്താണോ, ഒരു വ്യക്തി എന്താണോ, ഇതൊക്കെ മനസ്സിലാക്കി തരാനായി കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഒരുപാട് നേരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ജയസൂര്യ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്മാരക പ്രഭാഷണം നടത്തിയത് ഡോക്ടർ രാജാവാര്യർ സാറാണ്. സാറിനെയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെയാണ് ഞാൻ കൂടുതൽ പരിചയപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി മാറുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാടകത്തെക്കുറിച്ച് കൃത്യമായ പുസ്തക രചന നടത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ശങ്കരപിള്ള സാറും അതുപോലെ തന്നെ വയലാർ സാറും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ആ നാടക പ്രപഞ്ചത്തെ തന്റെ പുസ്തകങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നാടകത്തെക്കുറിച്ച് ഗഹനമായ അറിവ് നമുക്ക് നേടാൻ കഴിയുന്നുണ്ട്. ഇന്ന് സ്മാരക പ്രഭാഷണം നടത്തിയ ഡോക്ടർ രാജാവാര്യർ സാറിനെയും നന്ദി അറിയിക്കുന്നു. മറ്റൊന്ന്, ഈ വേദിയിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ്. എല്ലാവരും നാടകത്തെ സ്നേഹിക്കുകയും വയലാർ കൾച്ചറൽ സെന്ററിന്റെ എപ്പോഴും അഭ്യുദയകാംക്ഷികളായി നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. ശങ്കരപിള്ള സാറിനെ കുറിച്ച് എൻ്റെ 2 വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ നന്ദി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുറച്ച് നാടകങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു എന്ന് മാത്രമാണ്. അത് ഇതുപോലെയുള്ള അവസരങ്ങളൊന്നും ആയിരുന്നില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെത് കൃത്യമായി അറിവില്ലാത്ത കാലഘട്ടത്തിൽ പോലും 1-2 നാടകങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. അങ്ങനെ നാടകത്തോടുള്ള ഒരു ഇഷ്ടം, അതാണ് ഏറ്റവും അവസാനം എൻ്റെ PhD പ്രബന്ധത്തിൽ വരെ ഞാൻ നാടകത്തെ സ്വീകരിക്കാനായിട്ട് കാരണമായത്. കേവലം ഒരു പ്രേംജി വീടിന്റെ തൊട്ടടുത്ത് താമസിച്ചു എന്നുള്ള ഒരു നാടക അനുഭവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നാടകത്തെ കുറിച്ച് കൂടുതൽ അറിയാനും നാടക പ്രപഞ്ചത്തിന്റെ മുന്നിൽ ഒരു പക്കത്ത് നിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഒരുപാട് അറിയാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും നാടകത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപിക ആയതുകൊണ്ടുകൂടി പറയുകയാണ്, ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നാടകത്തെയാണ്. നമ്മുടെ നാടകങ്ങൾ ഇപ്പോൾ ശങ്കരപിള്ള സാറൊക്കെ പരിചയിച്ച് നൽകിയ നാടകങ്ങൾ വിദ്യാർത്ഥികളിലൂടെ ഇത്രയും പുരോഗമിച്ച് നിൽക്കേണ്ട കാലഘട്ടത്തിൽ നമ്മുടെ നാടകം നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നില്ല എന്ന ഒരു പരാതി കൂടി അറിയിക്കുകയാണ്. അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തനം, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പോഴും നാടകം അഭിനയിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. തേൻകനി എന്ന് പറയുന്ന നാടകമൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതാണ്. പക്ഷെ അവർക്ക് അതിലേക്ക് എത്താനുള്ള അവസരങ്ങൾ നമ്മൾ നാടകത്തെ സ്നേഹിക്കുന്ന പഴയ തലമുറയിലെ ആളുകൾ കൊടുക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഇവിടെ വയ്ക്കുകയാണ്. ഹ്രസ്വചിത്രമൊക്കെ നിർമ്മിക്കാൻ പറയുമ്പോൾ കുട്ടികൾ അത്ര ആവേശം കാണിക്കാറില്ല. പക്ഷെ ഒരു നാടകം തയ്യാറാക്കൂ എന്ന് പറയുമ്പോൾ ആവേശത്തോടു കൂടി വരുന്ന കുട്ടികൾ, പലപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി നാടകങ്ങൾ എഴുതി പല സ്ഥലത്തും അവരെ പങ്കെടുപ്പിക്കാനായി കൊണ്ടുപോകാറുണ്ട്. പക്ഷേ സ്കൂൾ നാടക കലോത്സവത്തിലൊക്കെ ചെല്ലുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ മൂലം പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വരുന്ന ഒരുപാട് ദൈന്യം നിറഞ്ഞ മുഖങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ലക്ഷങ്ങൾ വാരിച്ചൊരിഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ 1ാം സ്ഥാനം തങ്ങൾക്ക് എന്ന് ഉറപ്പിച്ചുകൊണ്ട് A+ ഗ്രേഡ് കൂട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ മുന്നിൽ നാടകത്തെ സ്നേഹിക്കുന്ന, അതിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൊച്ചു കലാകാരന്മാർ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു വാസ്തവം കൂടി ഇവിടെ പങ്കുവയ്ക്കുന്നു. എന്തായാലും നാടകാചാര്യനായിട്ടുള്ള ജി ശങ്കരപിള്ള സാറിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്നേഹപൂർവ്വം ഔപചാരികമായി എല്ലാവർക്കും നമസ്കാരവും നന്ദിയും പുതുവത്സര ആശംസകളും. ഇനിയും ഇവിടെ ഇതുപോലുള്ള ചർച്ചകൾ തുടരാൻ വേണ്ടി താൽക്കാലികമായി പുതിയതിലേക്ക് ചൂടുവയ്ക്കാൻ തൽക്കാലം ഈ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നു. നമസ്കാരം.
നന്ദി.